ഗുണങ്ങൾ കേരളീയർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ കേരളത്തിനേക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനക്കാർക്കാണ് ഇതിനെ കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് പൈനാപ്പിളിന്റെ ഉൽപ്പാദിപ്പിച്ച പൈനാപ്പിൾ കേരളത്തിൽ വിപണനം ചെയ്തത്. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം, ഒരു ലോക്ക്ഡൌൺ സമയത്ത് വന്ന ട്രാൻസ്പോർട്ടേഷന്റെ അസൗകര്യം കാരണം നമ്മുടെ പൈനാപ്പിൾ പലതും തന്നെ കേരളത്തിൽ തന്നെ ചീഞ്ഞു പോകേണ്ട ഒരവസ്ഥയാണ്. കേരളത്തിൽ അതിന്റെ ആഭ്യന്തര ഉപഭോഗം വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിന്റെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇതിന്റെ കാൽഷ്യം കണ്ടന്റ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് ആദ്യമായി പൈനാപ്പിൾ കൃഷിയെ പറ്റി ആമുഖമൊന്നുമില്ലാതെ തന്നെ പൈനാപ്പിൾ കൃഷിയിലേക്ക് നേരിട്ട് നമുക്ക് പോകാം. ആദ്യം തന്നെ കേരളത്തിന് അനുയോജ്യമായ വെറൈറ്റീസ്, അതായത് മൗറീഷ്യസ്, ക്യൂ, അമൃത, MD2 ഇങ്ങനെ 4 ഇനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അനുയോജ്യമാണ്, ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പറയുന്ന ഇനങ്ങളാണ്. ആദ്യം കാണിക്കുന്ന മൗറീഷ്യസ്, ക്യൂ എന്നുള്ള ഇനം, അമൃത, MD2. മൗറീഷ്യസ് ഇനത്തിന് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇനം. അതായത് കേരളത്തില് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇപ്പോൾ മൗറീഷ്യസ് എന്നുള്ള ഒരു ഇനം തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇതിന്റെ ഇലക്കെല്ലാം മുള്ളുണ്ട്. ഇതിന് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ചതവുകൾ വളരെ കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇതിനെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് സുഖകരമായിട്ട് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 90% അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് കയറ്റി പോകുന്നത്. ഇത് ഒരു 12 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ക്രോപ്പ് എടുക്കാം. അഡീഷണൽ 3 വിള കൂടി ഒരു പ്ലാൻ ക്രോപ്പ് എന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന, അങ്ങനെ 3 ക്രോപ്പാണ് അല്ലെ. ഫസ്റ്റ് പ്ലാൻ ക്രോപ്പ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റെട്ടൂൺ, പിന്നെ സെക്കൻഡ് റെട്ടൂൺ, അങ്ങനെ 3 വർഷത്തിനുള്ളിൽ 3 വിളവെടുക്കാൻ പറ്റുന്ന ഒരിനം ആയതുകൊണ്ടും കൂടിയാണ് മൗറീഷ്യസ് ഇപ്പോൾ കേരളം മുഴുവനും തന്നെ കൃഷി ചെയ്യുന്നത്. ഇതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോണിക്കൽ ഷേപ്പാണ്. വെയിറ്റ് ഒരു 1.2 മുതൽ 2 kg വരെ, 2 കിലോ വരെയുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് കടകളിൽ സുലഭമായും കിട്ടുന്നത് ഈ മൗറീഷ്യസ് ഇനമാണ്. ഇത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഗോൾഡൻ മഞ്ഞ നിറമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ രുചിയും അതിന്റെ മണവും എല്ലാം നമ്മളെല്ലാവരെയും തന്നെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഇനം തന്നെയാണ്. ഇതിന്റെ ഇലകൾക്ക് മുള്ളുള്ള ഒരു ഇനമാണ് അല്ലെ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഇതില് വാഴക്കുളം മുതൽ ഒരു 45 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന മൗറീഷ്യസ് ഇനത്തിന് വാഴക്കുളം പൈനാപ്പിൾ എന്ന പേരിൽ ഭൂസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 2009 ഇത് GI നമുക്ക് കിട്ടിയേക്കുന്നത് വാഴക്കുളം പൈനാപ്പിളിന്. നമ്മുടെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ 4 ജില്ലകളില് ഏകദേശം 116 പഞ്ചായത്തുകളിൽ വളർത്തുന്ന ഈ പൈനാപ്പിളിലാണ്, മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ടുന്ന പൈനാപ്പിളിലാണ് വാഴക്കുളം പൈനാപ്പിൾ എന്ന ഈ GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നമുക്കറിയാലോ. പക്ഷേ നമുക്ക് ഈ GI ടാഗ് കിട്ടിയിട്ടുണ്ട്, എങ്കിലും ഇതൊന്നും നമുക്ക് കയറ്റുമതിക്കായിട്ട് നമ്മൾ നന്നായി ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ GI രജിസ്ട്രേഷൻ കിട്ടിയതാണ് എന്നുള്ള രീതിയിൽ ഇതിനെ കയറ്റുമതിക്ക് വേണ്ട ബ്രാൻഡിങ് എല്ലാം ചെയ്ത് ഇതിന് വലിയൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. അടുത്ത ഇനമാണ് ക്യൂ എന്ന് പറയുന്ന ഇനം. ക്യൂ എന്ന് പറയുന്ന ഇനം പണ്ട് നേരത്തെ മൗറീഷ്യസ് ഇനം എന്ന് പറയുന്ന സാധാരണ ഇപ്പൊ കന്നാര എന്നാണ് വാഴക്കുളം ഭാഗത്തെല്ലാം പറയുന്നത്. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ക്യൂ എന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യൂ എന്നുള്ള ഇനമാണ് പണ്ട് മുതൽ ഇവിടെ കൃഷി ചെയ്തിരുന്നത്. നമുക്കറിയാം, മുള്ളില്ലാത്ത, ചിലർക്കെങ്കിലും അറിയായിരിക്കും, മുള്ളില്ലാത്ത ഇലകളുള്ള കുറെ നാൾ നിൽക്കുന്ന ഒരു ഇത്രയും മഞ്ഞ നിറമല്ല ഉള്ളിലെ പൾപ്പിന് നിറം, ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള അകക്കാമ്പോട് കൂടിയ ഒരു ഇനമാണ് ക്യൂ. ഇതിന്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഇതിന്റെ വേസ്റ്റേജ് കുറവാണ്, പീൽ തിക്നെസ് കുറവാണ്. അതുപോലെ തന്നെ
നമ്മുടെ മൗറീഷ്യസ് ഇനത്തിന്റെ കണ്ണുകൾ, അതായത് ആ മുള്ള് കുറെ ഉള്ളിലേക്കല്ലേ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ പ്രോസസ്സിംഗ് സമയത്ത് അത്രയും ഭാഗം ചെത്തിക്കളയേണ്ടി വരും. എങ്കിൽ ക്യൂ ഇനത്തിന്റെ ഈ മുകളിലെ ഭാഗത്തായിട്ടാണ് അധികം ഡീപ് സീറ്റഡ്, അതായത് ഉള്ളിലേക്ക് ഇറങ്ങിയ മുള്ളുകളല്ലാത്തതുകൊണ്ട് ഇത് വേഗം ചെത്തിക്കളഞ്ഞ് ഇതിന്റെ പ്രോസസ്സിംഗ് ലോസ് വളരെ കുറവായതുകൊണ്ട് ഇത് ക്യാനിങ്ങിന് വളരെ അനുയോജ്യമായ ഇനമായിരുന്നു. അനുയോജ്യമായ ഇനമാണ്. ഇപ്പോഴും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സില് ത്രിപുര ആ ഭാഗങ്ങളിലെല്ലാം ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. കർണാടകത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം, കേരളത്തിലൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ക്യൂ എന്നുള്ള ഇനത്തിന് തന്നെയാണ് പ്രചാരമുള്ളത്. പക്ഷെ ഇതിന് നമ്മുടെ നാട്ടിൽ പിന്നീട് ഈ മൗറീഷ്യസ് വന്നത് ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ഫിറ്റ്നസ് അതിന് ക്ഷതമേൽക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ ഈ 3 വർഷത്തില് പെട്ടെന്ന് തന്നെ ഇതിന്റെ ക്രോപ്പ് പീരീഡ്, ഇതിപ്പോ 18 മാസമാണെങ്കിൽ 3 സീസൺ ആവുമ്പോഴേ 3 ക്രോപ്പ് എടുക്കണമെങ്കിൽ എത്ര നാളെടുക്കും? അതിനു മുന്നേ തന്നെ മൗറീഷ്യസ് ഇനത്തിന്റെ വിളവെടുക്കാം എന്നുള്ളതും കൊണ്ട് മൗറീഷ്യസ് ഇനം തന്നെ ഇപ്പൊ കേരളത്തിൽ കൃഷി ചെയ്യുന്നു. കർണാടകത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഇത് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ക്യാനിങ്ങിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഇനമാണ് അമൃത. ഇതും ഈ പറയുന്ന പോലെ ഇലയ്ക്ക് മുള്ളുകളുണ്ട്. ഇത് കേരള കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഇതിന് ഈ പറയുന്ന പോലെ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അതായത് ഇത് പ്രോസസ്സിങ്ങിന് അനുയോജ്യമായ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ്ങിന് പറ്റും. പക്ഷെ ഇത് വ്യാപകമായി നമ്മൾ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ല. അടുത്ത ഇനമാണ് MD2. ഇതാണ് ഇന്റർനാഷണലി, അതായത് ആഗോള വിപണിയിൽ മുഴുവനും തന്നെ ഏകദേശം ഒരു 55% ആഗോള വിപണിയും ഈ ഒരൊറ്റ ഇനത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇതിന്റെ സിലിണ്ട്രിക്കൽ ഷേപ്പ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിപ്പോ നമുക്ക് പ്രോസസ്സിങ്ങിന് വളരെ അനുയോജ്യമാണ്. ഇതിന്റെ പീൽ തിക്നെസ് വളരെ കുറവാണ്. ഇതിന്റെ മുള്ളുകള് അധികം താഴത്തേക്ക് അല്ലാത്തത് കൊണ്ട് അതും പ്രോസസ്സിങ്ങിന് അനുയോജ്യമാണ്. ഇതിന്റെ മധുരം വളരെ കൂടുതലാണ്. നമ്മുടെ വാഴക്കുളം പൈനാപ്പിളിന്റെ ഒപ്പം തന്നെ മധുരമുണ്ട്. അതിനെക്കാട്ടും ചില സമയങ്ങളിൽ സമ്മർ സീസണിൽ അല്പം കൂടി കൂടുതൽ കണ്ടിരിക്കാം. അസിഡിറ്റി എന്തായാലും നമ്മുടെ വാഴക്കുളം പൈനാപ്പിളിനെക്കാട്ടും കുറവായിട്ടാണ് ഉള്ളത്. ഇതിന് ഏറ്റവും പ്രധാനം, ഇത് ഈ ആഗോള വിപണിയിൽ ഇത്രയും പ്രചാരം കിട്ടാനുള്ള കാരണം ഇതിന് ലോ ടെമ്പറേച്ചറിൽ, അതായത് ഷിപ്മെന്റിലൊക്കെ പോകുമ്പോൾ 30 ദിവസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മുടെ പൈനാപ്പിള് 12 ദിവസത്തോളം ആണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് 30 ദിവസത്തോളം കേടുകൂടാതെ ശീതീകരണ സംവിധാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ലോകമെമ്പാടും ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ ഇതിനാണെങ്കിൽ മുള്ളുകളില്ല ഇലകളിലൊന്നും. അപ്പൊ ഇത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിന് വളരെ അനുയോജ്യമാണ്. അതായത് നമുക്ക് ഒരു ഹെക്ടറിലേക്ക് 60,000-70,000 കൃഷി ചെയ്യുന്ന രാജ്യങ്ങൾ വരെ ലോകത്തുണ്ട്. ഇതിന്റെ സ്ലൈസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് മിക്കവാറും കിട്ടുന്ന ഡ്രൈഡ് ഫ്രൂട്ടിന്റെ ഒക്കെ സ്ലൈസ് മിക്കവാറും MD2 ആയിരിക്കും. വളരെ നല്ല അട്രാക്റ്റീവ് കളർ ആയിരിക്കും. വളരെ വിറ്റാമിൻസ് കണ്ടന്റ്, ആ മഞ്ഞ നിറവും കെരോട്ടിൻ കണ്ടന്റും എല്ലാം വളരെ കൂടുതലാണ് ഈ ഇനത്തിന്. ഈ ഇനത്തിന്റെ ഉൽപാദനം, ഈ ഇനത്തിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വാഴക്കുളത്ത് നമുക്ക് നേരത്തെ 2008 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അവിടെ സ്യൂട്ടബിൾ ആണോ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം ഇപ്പൊ 10-12 വർഷമായി നമ്മൾ ഇവിടെ നോക്കുന്നു. പല കർഷകരും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാലാവസ്ഥയിലും ഇത് വളരെ നന്നായി തന്നെ വളരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ MD2 പൈനാപ്പിൾ വ്യാപകമായി കേരളത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് നല്ലൊരു എക്സ്പോർട്ട് സാധ്യത, അതായത് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. നമ്മുടെ ആളുകൾ ഇപ്പോ പുറത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഷിപ്മെന്റിന് വളരെ അനുയോജ്യമായ ഒരു ഇനം ആയതുകൊണ്ട് ലോകവിപണി ഇത് ലോകവിപണിയിലെ പൈനാപ്പിളിന്റെ ഡിമാൻഡ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു പ്രോസ്പെക്ട്സ് ആണ് MD2 പൈനാപ്പിളിൽ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ MD2 റെസിസ്റ്റന്റ് ടു ഇന്റേണൽ ബ്രൗണിങ്, അതായത് നമ്മുടെ കേരളത്തിൽ വളർത്തുന്ന വാഴക്കുളം പൈനാപ്പിൾ മാത്രമല്ല മിക്ക പൈനാപ്പിൾ വെറൈറ്റികളും ചെറിയ ലോ ടെമ്പറേച്ചറിൽ ശീതീകരണ സംവിധാനങ്ങളിൽ
സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കറുത്ത കുത്തുകൾ വരുന്നുണ്ട്. അതാണ് ഇന്റേണൽ ബ്രൗണിങ്. ഈ ഇന്റേണൽ ബ്രൗണിങ് നമ്മുടെ ഈ MD2 വെറൈറ്റിക്ക് വരുന്നില്ല. അതാണ് ഈ MD2നെ ലോകമെമ്പാടും പ്രിയങ്കരമാക്കിയത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലോകത്ത് 50-55% ഈ വെറൈറ്റി തന്നെയാണ്. ഫ്രഷ് പൈനാപ്പിളിലാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടാണ് ഇത് കൺസ്യൂം ചെയ്ത് പോകുന്നത്. പ്രോസസ്സിങ്ങിന് ഇത് വളരെ ഫ്രഷ് പൈനാപ്പിൾ മാർക്കറ്റിൽ തന്നെ 50-55% ലോകത്തില് MD2 ആണ്. യൂറോപ്യൻ മാർക്കറ്റിലാണെങ്കിലും ഇതിന്റെ തന്നെയാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ലോക വിപണിയിൽ ഇത്രയധികം പൈനാപ്പിളിന് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിറ്റാമിൻ സി, അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി തരുന്ന വിറ്റാമിൻ സി. നമുക്കറിയാലോ, ഈ ഓരോ വൈറസ് രോഗങ്ങളും വരുമ്പോഴും വിറ്റാമിൻ സിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ഒരു 100 ഗ്രാം പൈനാപ്പിളിൽ നിന്ന് 24 മില്ലിഗ്രാം ആണ് വിറ്റാമിൻ സി കിട്ടുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ എ ഉണ്ട്, പൊട്ടാഷ്യം, കാൽഷ്യം, ഇതെല്ലാം വളരെ കൂടിയ അളവിലാണ് പൈനാപ്പിളിലുള്ളത്. പിന്നെ ഇതിലുള്ള ദഹനത്തിനെ സഹായിക്കുന്ന, ദഹനത്തിനെ ഉത്തേജിപ്പിക്കുന്ന ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രൊട്ടക്റ്റീവ് എഫക്ട്സ് തരുന്ന ഒരു എൻസൈമാണ്. അതുപോലെ തന്നെ ഇതിലുള്ള ഫൈബർ, അതായത് നാരുകൾ, ഭക്ഷ്യനാരുകൾ, അതും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്സിന് ഒത്തിരി നല്ലതാണ്. ജസ്റ്റ് നമുക്ക് ഒന്ന് ആഗോള ഉൽപാദനം, ലോകത്തിലെ ഉൽപാദനം എത്രയാണെന്നും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. വേൾഡ് പ്രൊഡക്ഷൻ ഏകദേശം 30 മില്യൺ ടണ്ണാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ്, ഏകദേശം 18 മില്യൺ ആണ്. ഫസ്റ്റ് കോസ്റ്റാറിക്കയാണ് ഏറ്റവും പ്രൊഡക്ഷൻ, 30 മില്യൺ ടണ്ണാണ്. തൊട്ടുപുറകെ ഫിലിപ്പൈൻസ്. കോസ്റ്റാറിക്ക കംപ്ലീറ്റ് MD2 ആണ് കൃഷി ചെയ്യുന്നത്. ഫിലിപ്പൈൻസും MD2ന്റെ കൾട്ടിവേഷൻ ആണ് മാക്സിമം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയെല്ലാം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും വേൾഡ് ട്രേഡിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഈ വെറൈറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷം ഹെക്ടർ സ്ഥലമാണ് പൈനാപ്പിളിലുള്ളത്. ഓരോ വർഷം കഴിയും തോറും പൈനാപ്പിളിന്റെ ഏരിയ കൂടിക്കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്, പിന്നെ വരുന്നത് കേരളമാണ്. കേരളത്തിലാണ് പിന്നത്തെ പ്രൊഡക്ഷൻ. സ്റ്റേറ്റ് വൈസ് ഏരിയയും പ്രൊഡക്ഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൂടിക്കൊണ്ടാണ് വരുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൾട്ടിവേറ്റഡ് ഫ്രൂട്ട് ക്രോപ്പ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം എറണാകുളത്താണ് കൂടുതൽ, 56% എറണാകുളം ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞ് കോട്ടയം, അത് കഴിഞ്ഞ് ഇടുക്കി. ഏകദേശം 3 ലക്ഷം ടണ്ണാണ് കേരളത്തിന്റെ പ്രൊഡക്ഷൻ. എറണാകുളത്ത് ഒരു 57% ഏരിയയും എറണാകുളത്ത് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മാർക്കറ്റിംഗ് നേരത്തെ പറഞ്ഞത് 90% കേരളത്തിന്റെ പുറത്തേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രോയിങ് കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ഈ കേരളത്തിലെ കണ്ടീഷൻസ് വളരെ ഇതിന് അനുയോജ്യമാണ്. ഒരു 15-30 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ ഇത് നന്നായി വളരുന്നുണ്ട്. എന്തായാലും നല്ലൊരു സൂര്യപ്രകാശമാണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ ഉണ്ടായിരിക്കണം, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാ സമയത്തും മഴ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കേരളത്തിൽ നമുക്ക് സമ്മർ റെയിൻസും കൂടി ഉള്ളത് കൊണ്ട് ഇതിന് നല്ല രീതിയിൽ തന്നെ കേരളത്തില് ഏരിയ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് 17,000 ഹെക്ടർ. ഇതിൽ നിന്നൊരു 40,000 ഹെക്ടർ ആക്കി മാറ്റുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ റബ്ബറിന്റെ ഓരോ പ്രാവശ്യം റീപ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇനിയും കൂട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഗാർഡൻസിൽ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സൺഷൈൻ കിട്ടുന്ന ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തില് ഒത്തിരി ഹൈറ്റില്ല, അതായത് മാക്സിമം 1500 എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്ററില് മുകളിലുള്ള സ്ഥലങ്ങളിലാണ്. അതായത് കേരളത്തിൽ വളരെ ഉയർന്ന സ്ഥലങ്ങളിലും പാലക്കാടും ചിറ്റൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കി ബാക്കി എല്ലായിടത്തും പൈനാപ്പിൾ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഈ മണ്ണ്, ആ സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മണ്ണിന് അമ്ലത വേണം. അതായത് പൈനാപ്പിൾ ഒരു അമ്ലതയുള്ള മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതില് കുമ്മായത്തിന്റെ
ആപ്ലിക്കേഷൻ. ബാക്കി എല്ലാ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണിലെ അമ്ലത ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കുമ്മായം ഇടും. എന്നാൽ പൈനാപ്പിളിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല. അതിന് അല്പം അമ്ലത ആവശ്യമാണ്. പിന്നെ അവിടെ ആ മണ്ണില് നന്നായിട്ട് നീർവാർച്ച ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവിടെ നല്ലൊരു ഡ്രെയിനേജ് ചാനൽസ്, എല്ലായിടത്തു നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജ് ചാനൽസ് റെഡിയാക്കണം. അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലം ഒട്ടും തന്നെ ഇതിനെ പറ്റില്ല. നല്ല സൂര്യപ്രകാശവും കിട്ടണം. ജൈവവളക്കൂറുള്ള മണൽ കലർന്ന മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനി ഇത് ഏത് സമയങ്ങളിലാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നോർമൽ ഇതിന്റെ പ്ലാന്റിംഗ് സീസൺ ഏപ്രിൽ മെയ്യിലാണ്. ഈ ഒരു സമയത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്തേക്ക് വിളവെടുക്കാം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയിൻ സീസൺ ഏപ്രിൽ മെയ് ആണ്. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലും വരും. ഇതെല്ലാം റെയിൻഫെഡ് കൾട്ടിവേഷൻ ആണെങ്കിൽ, അതായത് മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണെങ്കിൽ നമുക്ക് ഈ 2 സമയമാണ് മെയിൻ സീസൺ. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലായിടത്തും തന്നെ നമുക്ക് കൃഷി ചെയ്യാം, എല്ലാ സമയങ്ങളിലും ചെയ്യാം. ഇറിഗേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ഏത് സീസണിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിവർഷമുള്ള, അതായത് വെള്ളക്കെട്ട് ഭയങ്കര മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് അത് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിക്ക് ചീയൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ ഹെവി റെയിൻ പീരീഡ് ആയത് ജൂൺ ജൂലൈ മാസം നമുക്ക് ഒഴിവാക്കാം. ഇനി വരുന്നത് നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. എന്താണ് ഈ നടീൽ വസ്തുക്കൾ? ഒന്ന് സക്കർ. സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ വാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ സൈഡിൽ നിന്ന് കന്ന് പൊട്ടും. അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ നിന്ന് പൊട്ടുന്ന ചെനപ്പുകളാണ് സക്കർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഫ്രൂട്ടിന്റെ മുകളിലുള്ള ക്രൗൺ. അടുത്തത് പൈനാപ്പിളിന്റെ തണ്ടിൽ നിന്നും, അതായത് ഫ്രൂട്ടിന്റെ താഴെയുള്ള തണ്ടിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് സ്ലിപ്സ് എന്ന് പറയുന്നത്, അതും നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ്, ഇതെല്ലാം പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ്. പക്ഷേ ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ക്രൗൺ എന്ന് പറയുന്നത് അറിയാലോ, ഇത് താഴെ മദർ പ്ലാന്റ്സ് നിന്ന് വരുന്ന സക്കേഴ്സ്. പിന്നെ ഇതാണ് പിടങ്ങളിൽ നിന്നും വരുന്ന, അതായത് ഫ്രൂട്ടിന്റെ സ്റ്റോക്കിൽ നിന്നും വരുന്നതാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്ലാന്റിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ സക്കേഴ്സ് ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്കേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഹാർവെസ്റ്റിംഗ് ഒരു പീരീഡിലേക്ക് പോകും. അതായത് ഇതിന്റെ സക്കേഴ്സ് നട്ട് കഴിഞ്ഞാൽ 10-11 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം. ക്രൗൺ നടുകയാണെങ്കിലും സ്ലിപ്പ് നടുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. നമ്മൾ കൃഷി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ലീസ് ലാൻഡിലായിരിക്കും കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നോ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ സക്കേഴ്സിനുള്ള അവൈലബിലിറ്റി ധാരാളം ഉണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്രോപ്പ് സമയത്ത് അവിടെ നിന്ന് സക്കേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സക്കേഴ്സ് ആണ് കൂടുതലായിട്ടും സക്കേഴ്സ് ആണ് കേരളത്തിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട്, അതായത് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ നടീൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാത്ത ചെടികളിൽ നിന്ന് വേണം. അതും ഫസ്റ്റ് ഇയർ ക്രോപ്പ് എന്ന് കിട്ടുന്ന ഫസ്റ്റ് ഇയർ സക്കർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സെക്കൻഡ് ഇയർ നമുക്ക് ഫസ്റ്റ് ഇയർ ക്രോപ്പിൽ നിന്നും നമുക്ക് സക്കേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനിയിപ്പോൾ നമുക്ക് സ്ഥലത്ത് പോയി ആ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കാണാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് സക്കേഴ്സ് നമ്മൾ വളരെ സൂക്ഷ്മമായി നോക്കണം. കീടങ്ങളും രോഗങ്ങളൊന്നും ഇല്ലാത്തത് വേണം നമുക്ക് എടുക്കേണ്ടത്. ഇതിനെ കിട്ടിയ സക്കേഴ്സിനെ ആദ്യം തന്നെ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യണം. അതായത് ചെറുതും വലുതുമായിട്ട്, ഇത് 1/2 കിലോ 3/4 കിലോ ഉള്ളതും 3/4 കിലോ മുതൽ 1 കിലോ വരെ വെയിറ്റ് ഉള്ളതുമായിട്ട് രണ്ടായിട്ടോ അല്ലെങ്കിൽ അതിലും താഴെയുള്ളതുണ്ടെങ്കിൽ അതായിട്ടോ തിരിക്കുക. എന്തായാലും 500 ഗ്രാം എങ്കിലും 1/2 കിലോ എങ്കിലും ഉള്ളതാണ് സക്കേഴ്സ്. അല്ല, എന്തിനെങ്ങനെ തരംതിരിക്കുന്നത്? ഓരോ നമുക്ക് വെയിറ്റ് കൂടുതലുള്ള സക്കേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ ഗ്രോത്ത് കൂടുതലാണെന്നല്ലേ. അപ്പൊ അത് കൂടുതൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇത് സോർട്ട് ചെയ്തിട്ട് വേണം, അത് ഓരോ ബ്ലോക്കായി വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും പലതും പല സമയത്തായിട്ട് ഫ്ലവറിങ് വരും, ഫ്രൂട്ടിങ്ങും അതായത് ഹാർവെസ്റ്റിംഗ് ബുദ്ധിമുട്ടായി മാറും.
അപ്പൊ സോർട്ടിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഡിസീസും പെസ്റ്റും ഫ്രീ ആയിട്ടുള്ള കീടരോഗങ്ങൾ ഇല്ലാത്ത സക്കേഴ്സ് എടുക്കുക, അത് സോർട്ട് ചെയ്യുക, സൈസ് അനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് സോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നടാൻ പറ്റും. പിന്നെ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഇതിനെ നടുന്നത് അല്ലെ, അത് ഗാർഡൻ ലാൻഡ്സ്, അതായത് പ്യുവർ ക്രോപ്പ് ആയിട്ട് തനി വിളയായിട്ട് നമുക്ക് നടാം. അല്ല എങ്കിൽ റബ്ബറിലോ തെങ്ങിന്റെയോ ഇടവിളയായിട്ടും നമുക്ക് കൃഷി ചെയ്യാം. ഞാൻ ഈ പറയുന്ന കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന മൗറീഷ്യസ് ഇനത്തിന്റെ കൃഷി രീതികളെ പറ്റിയാണ് പറയുന്നത്. ഇതിലെ വരികൾ തമ്മിൽ ഒരു 45 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വരികൾ തമ്മിൽ പെയർഡ് റോ സിസ്റ്റം ആണ് ഇതില് ഫോളോ ചെയ്യുന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇരട്ട വരി സമ്പ്രദായം, 2 വരികൾ തമ്മിൽ 45 സെന്റിമീറ്റർ, അതായത് 1.5 അടി അകലവും വരികളുടെ ഉള്ളില് 1 അടി അകലത്തിലുമാണ് ചെടികൾ നടുന്നത്. ഇങ്ങനെയുള്ള ഇരട്ട വരികൾ തമ്മിലുള്ള അകലം 150 സെന്റിമീറ്റർ. ചെരിവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെരിവിന് എക്രോസ് ആയിട്ട്, അതായത് മണ്ണൊലിപ്പ് തടയുന്ന രീതിയിൽ വേണം നമ്മൾ ചെടികൾ നടാൻ. പടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലായെങ്കിലും മണ്ണൊലിപ്പ് ഉണ്ടാവും. അതും സ്റ്റീപ്പ് സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ മൊത്തം സ്ഥലവും ഇളക്കി മറിക്കുന്നതിന് പകരം നമുക്ക് പ്ലാന്റിംഗ് ഉള്ള ഭാഗത്ത് മാത്രം JCB ഉപയോഗിച്ച് നിലമൊരുക്കിയാൽ മതി. ഇത് നമുക്ക് മണ്ണൊലിപ്പിനെ തടയാൻ പറ്റും. വൺസ് ചെടി നട്ടു കഴിഞ്ഞാൽ 3 വർഷത്തേക്കും ഈ സ്ലോപ്പി ലാൻഡിൽ നമുക്ക് മണ്ണൊലിപ്പ് തടയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് പൈനാപ്പിളിന് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് കവറിംഗ് ആയിട്ട് ഒരു 3 വർഷത്തേക്ക് അവിടെ നിൽക്കുകയും ചെയ്യും. നമുക്കൊരു ഗാർഡൻ ലാൻഡ്സിൽ, അതായത് പ്യുവർ തനി വെളിയായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 40,000 വരെ, 30,000 മുതൽ 40,000 വരെ ചെടികളാണ് 1 ഹെക്ടർ സ്ഥലത്ത് നമുക്ക് നടാൻ പറ്റുന്നത്. ഇന്റർക്രോപ്പ് ആണെങ്കിൽ 1 ഏക്കറിന് 8,000 മുതൽ 10,000 വരെ, 1 ഹെക്ടറിൽ 20,000 മുതൽ 25,000 പ്ലാന്റ്സ് വരെ നമുക്ക് ഇന്റർക്രോപ്പ് ആയിട്ട് കൃഷി ചെയ്യാം. തെങ്ങിന്റെ ഇടയിലാണെങ്കിൽ നേരത്തെ കാണിച്ച പെയർഡ് റോസ്, അങ്ങനെ ഒരു 3 പെയർഡ് റോസ് തെങ്ങ് തോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റബ്ബറിന്റെ ഇടയ്ക്കാണെങ്കിൽ റബ്ബറിന്റെ സ്പേസിങ് നോക്കി മിക്കവാറും ഒരു പെയർഡ് റോയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് 2 പെയർഡ് റോയും നമുക്ക് ചെയ്യാൻ പറ്റും. റബ്ബറിൽ നിന്ന് എന്തായാലും 1.5 മീറ്റർ, റബ്ബറിന്റെ ചോട്ടിൽ നിന്നും 1.5 മീറ്റർ അകത്തി വേണം പൈനാപ്പിൾ നടാൻ. മണ്ണ് നന്നായി ഒരുക്കിയതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ നടുന്നു. നേരത്തെ കാണിച്ച പോലെ ട്രയാങ്കുലർ മെത്തേഡിൽ ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതായത് 2 ചെടിയുടെ ഒരു റോയിലുള്ള ചെടി മറ്റേ 2 റോയിലുള്ള ചെടിയുടെ നടുക്കായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ നടുന്ന സമയത്ത് വളപ്രയോഗം എന്താണ്? നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1 ഹെക്ടറിലേക്ക് 25 ടണ്ണാണ് കാലിവളമോ കമ്പോസ്റ്റോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ജൈവവളം നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കുഴികളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ചെടി നടുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ചെറിയ കുഴികളിലേക്കാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. നമ്മളിവിടെ വലിയ വാരം കോരിയൊന്നും അല്ല നടുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. നമ്മൾ ചെറുതായിട്ട് ഓരോ ചെടിയും നടാനുള്ള ചെറിയ കുഴികളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതൊരു 10 സെന്റിമീറ്റർ 10-15 സെന്റിമീറ്റർ താഴ്ചയേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ചെടി ഈ വളവും അടിവളം ഇട്ട് ഈ സക്കേഴ്സ്, കാനികൾ എന്നാണ് പറയുന്ന സക്കേഴ്സിനെ, കാനികൾ വെച്ച് മണ്ണിട്ട് കൊടുക്കുവാണ്. ഒത്തിരി താഴ്ത്തി വെക്കുന്നില്ല, ഇത് മുകളിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഓരോ പ്രാവശ്യവും വളം ഇടുന്ന സമയത്ത് മണ്ണ് കയറ്റി കൊടുത്തിട്ട് ഒരു ബെഡ് പോലെ പിന്നെ ആവുന്നത്, അല്ലാതെ ഇഞ്ചിക്കൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ വലിയ വാരം കോരിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്ത് കൃഷി, ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം, ഒരു രീതിയിലും അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാൻ പാടില്ല. ഡ്രെയിനേജ് ചാനൽസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു മണ്ണിന്ന് ഒരു 2 അടി താഴ്ചയിലെങ്കിലും
2 അടി താഴ്ച കഴിഞ്ഞേ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് 2 അടി താഴ്ചയോളം വെള്ളം 60 സെന്റിമീറ്ററോളം വെള്ളം കെട്ടി നിൽക്കുകയേ ചെയ്യരുത്. അസോസ്പൈലം, ഫോസ്ഫോബൈക്ടർ എന്നിവയൊക്കെ എല്ലാം നമുക്ക് ഈ അടിവളത്തിൻ്റെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം നോക്കുകയാണെങ്കിൽ ഒരു ചെടിക്ക് 8 ഗ്രാം നൈട്രജൻ, 4 ഗ്രാം ഫോസ്ഫറസ്, 8 ഗ്രാം പൊട്ടാഷ് ഒരു വർഷത്തിൽ ഒരു ചെടിക്ക് വേണ്ട അളവാണ്. അത്രയും ഗ്രാം ആണ് ആവശ്യമുള്ളത്. അതായത് 17.4 ഗ്രാം യൂറിയ, 20 ഗ്രാം രാജ്ഫോസ്, 13.3 ഗ്രാം പൊട്ടാഷ് ആണ് ഒരു ചെടിക്ക് ഒരു വർഷം ആകെ ആവശ്യമുള്ള വളം. ഇതിൽ ഈ ഫോസ്ഫേറ്റ് വളം 20 ഗ്രാം നമ്മൾ അടിവളമായിട്ട് ജൈവവളത്തിന്റെ കൂടെ തന്നെ ഈ കുഴിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ നൈട്രജനും പൊട്ടാഷും ഈ ചെടി നട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ, അതായത് ഒരു 40-50 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെയുള്ള 4 സ്പ്ലിറ്റ് ആയിട്ട് ഒരു 2 മാസം ഇടവിട്ട് 60-70 ദിവസം ഇടവിട്ടിട്ടാണ് രാസവളം നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഏക്കറിലേക്ക് വേണ്ട കണക്കാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. യൂറിയ അപ്പൊ നമുക്ക് ടോപ്പ് ഡ്രസ്സിങ്ങിൽ ഏകദേശം 4.3 ഗ്രാം, അതായത് 4.5 ഗ്രാം യൂറിയയും 3.3 ഒരു 3.5 ഗ്രാം പൊട്ടാഷും ആണ് ഓരോ പ്രാവശ്യവും നമ്മൾ ടോപ്പ് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അല്പം കൂടി മണ്ണ് കയറിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണാമല്ലോ അല്ലെ. തണ്ടുപൊട്ടൽ ഇത് വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ നൈട്രജന്റെ അളവ് ഞാൻ പറഞ്ഞു 2 മാസം ഇടവിട്ടിട്ടാണ് നമ്മൾ നൈട്രജനും പൊട്ടാഷ്യം ചെടിക്ക് കൊടുക്കുന്നത്. ഇതിന്റെ എക്സസീവ് യൂസ് ഈ ഫ്ലവറിങ് സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലാണ് ഈ തണ്ടുപൊട്ടൽ. പിന്നെ നമുക്കിത് മാറ്റാൻ പറ്റില്ല, നമുക്ക് ആ ക്രോപ്പ് നശിച്ചു പോകും. അതുകൊണ്ട് നൈട്രജന്റെ അളവ് വളരെ കുറയ്ക്കണം. ഈ പറഞ്ഞ റെക്കമെൻഡേഷനെക്കാട്ടും കൂടുതലായിട്ട് നൈട്രജൻ ഉപയോഗിക്കരുത്. തണ്ടുപൊട്ടൽ വന്നേക്കുന്നതാണ്, അതെനിക്ക് കാണാതെ. പിന്നെ നനയുടെ സൗകര്യം എങ്ങനെയാണ്? ഇറിഗേഷൻ, അതായത് നമുക്ക് ഇറിഗേഷൻ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് ഹാർവെസ്റ്റിംഗ് ഒരു മാർച്ചിന് മുമ്പ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സമ്മറിൽ നമുക്കൊരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അപ്പൊ വേനൽക്കാലത്ത് 2 ആഴ്ച ഇടവിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചക്കയുടെ വലിപ്പവും വിളവും എല്ലാം കൂടും. അടുത്ത വരുന്നത് കള നിയന്ത്രണം. പൈനാപ്പിൾ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ കളകൾ ഇഷ്ടം പോലെ ഉണ്ട്, പല ഇനങ്ങളുണ്ട്. മോണോകോട്സും ഡൈക്കോട്സും സഡ്ജസും എല്ലാം ഉണ്ട്. നമുക്കിപ്പോ സ്പേഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ക്ലീൻ ചെയ്യുന്ന വളരെ കുറച്ച് ഏരിയ ആണെങ്കിൽ സിക്കിൾ ബീഡിങ്, ഗ്രാസ് കട്ടർ ബീഡിങ് ഇതെല്ലാം ചെയ്യാം. പക്ഷെ നമുക്ക് വളരെ ഏക്കർ കണക്കിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് കള നിയന്ത്രണത്തിന് കളനാശിനികൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ചെടി നട്ട് പ്രീ എമർജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കളനാശിനികൾ വേണം ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ഹെക്ടറിന് 1.25 കിലോ ഡയൂറോൺ ആണ് 600 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം നമുക്ക് ആ ഫീൽഡിൽ കള മുളയ്ക്കാതെ ഇരിക്കും. ഇപ്പൊ നമുക്ക് ആകെ പൈനാപ്പിൾ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളനാശിനി നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മണ്ണിൽ നനവുണ്ടാവണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നനവുള്ള സമയത്ത് വേണം ഇത് അടിക്കാൻ. ആ സമയത്ത് നല്ല എഫക്റ്റീവായിട്ട് വീറ്റ് കൺട്രോള് കള നിയന്ത്രണം ലഭിക്കുള്ളൂ. ഇങ്ങനെയാണ് പ്രീ എമർജന്റ് ഹെർബിസൈഡ്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം അപ് ടു 4 months ചിലപ്പോൾ കിട്ടാറുണ്ട്. അടുത്താണ് ഫ്ലവർ ഇൻഡക്ഷൻ. അതായത് ചെടികളെല്ലാം നട്ട് വളമെല്ലാം കൊടുത്തു, അത് കഴിഞ്ഞ് എല്ലാം ഓരോരോ സമയങ്ങളിൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് കളക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ലോകമെമ്പാടും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഫ്ലവർ ഇൻഡക്ഷൻ. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന
ഹോർമോൺ എന്ന് പറയപ്പെടുന്ന ബയോ റെഗുലേറ്റർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോർമോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബയോ റെഗുലേറ്റർ എന്ന് തന്നെ പറയാം. എഥിഫോൺ എന്ന് പറയുന്നത് ഇത് അതിന്റെ pH ഒരു 9 pH ഒക്കെ ആവുമ്പോൾ അതിന്റെ അന്ന് എഥിലീൻ ഗ്യാസ് റിലീസ് ചെയ്യും. എഥിലീൻ ഗ്യാസ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഒരു റൈപ്പനിങ്, അതായത് വെജിറ്റേറ്റീവ് ഫേസിൽ നിന്ന് റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് അതിനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബയോ റെഗുലേറ്റർ അപ്ലൈ ചെയ്യുന്നത്. ചെടിക്ക് ഒരു 39 മുതൽ 42 ഇലയുള്ള സമയത്താണ്, അതായത് ഇലയുടെ എണ്ണം നോക്കിയിട്ട് തന്നെയാണ്, അതായത് എത്രത്തോളം അതിന് ഗ്രോത്ത് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഇത് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് കൃത്രിമമായിട്ട് പുഷ്പിക്കുകയാണ്. ഇതിനെ ഒരേ സമയത്ത് പൂക്കുന്നതിന് വേണ്ടിയിട്ട് 25 ppm, അതായത് എഥിഫോൺ 1000 ചെടിക്കാണ് 1.25 ml എഥിഫോൺ ഉപയോഗിക്കുന്നത്. അതായത് 1000 ചെടിക്ക് 1.25 ml എഥിഫോൺ 100% ആണെങ്കിൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. എത്രയിൽ 39%, എത്രയിൽ 10%. 39% വീര്യമുള്ള എത്രയിലാണെങ്കിൽ 3.2 മില്ലിയാണ് 50 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കേണ്ടത്. 10% വീര്യമാണെങ്കിൽ 12 മില്ലിയാണ് ചേർക്കേണ്ടത്. ഇതിന്റെ കൂടെ യൂറിയ 1 കിലോ, കാൽഷ്യം കാർബണേറ്റ് 20 ഗ്രാം. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ചേർക്കുന്നത് അതിന്റെ pH ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 9ലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ്. ഈ ലായനിയാണ് ചെടിയുടെ കൂമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെടിക്ക് 50 മില്ലിയാണ് ഒഴിക്കുന്നത്. ചെടികൾക്ക് എല്ലാത്തിനും തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1000 കാനിക്ക് നമുക്ക് 50 ലിറ്റർ ആണ് ആകെ ആവശ്യമുള്ളത്. ഇത് ഒഴിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂമ്പിൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി വെക്കുന്ന സമയത്ത് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഹോർമോൺ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി സമയവും അതുപോലെ തന്നെ അധ്വാനവും എല്ലാം പോകും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു 30 മുതൽ 40 ദിവസത്തിനകം ചെടികളെല്ലാം തന്നെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. 130 മുതൽ 135 ദിവസം കൊണ്ടാണ് കായ്കള് നന്നായി മെച്ചുർ ആവുന്നത്, ഫുള്ളി മെച്ചുർ സ്റ്റേജ് ആവുന്നത്. ഇപ്പോ ഹാർവെസ്റ്റ് ചെയ്യുന്ന 120-നും 125-നും ഒക്കെ പച്ചച്ചക്ക വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് റൈപ്പ് ഫ്രൂട്ട്സ് അല്ല വേണ്ടത്, അവർക്ക് പച്ചയായിട്ടുള്ള പൈനാപ്പിൾ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഒരു 125 ദിവസം 120-125 ദിവസം ആകുമ്പോഴേക്കും അവരത്. പ്രസന്റേഷൻ ഇപ്പൊ ഇല്ലല്ലോ. ഹലോ പ്രസന്റേഷൻ ഇപ്പൊ ഇല്ല. ഹലോ കാണാൻ കഴിയുന്നില്ല. ഉണ്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് പിൻ ചെയ്യാത്തതുണ്ടോ? പ്രസന്റേഷൻ ഉണ്ട്, കാണുന്നുണ്ട്. ഹലോ ക്ലിയർ ആണോ? TRS വാഴക്കുളം KU ഒരു ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു അക്കൗണ്ടിലുണ്ട്, അതിലും ടീച്ചറിനെ കേൾക്കാമോ? കേൾക്കാം. കണ്ടിന്യൂ ചെയ്യാം, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ നേരത്തെ സ്ലൈഡ്സ് ഒന്നും കണ്ടില്ലായിരുന്നോ? നേരത്തെ കണ്ടിരുന്നു മാം, ഇച്ചിരി നേരമായിട്ട് കാണാത്തുള്ളൂ. ഒരു 10 മിനിറ്റ്, അതല്ല ഒരു 5 മിനിറ്റ്. ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ആരോ ഒരാൾ പ്രസന്റേഷൻ കയറി വന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അദ്ദേഹം ഇറങ്ങിയിട്ട് കേറാൻ പറയൂ, അത്ര തന്നെ. അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പൈനാപ്പിൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അത് നിങ്ങൾ കേട്ടിരുന്നോ? അത് കേട്ടിരുന്നു. ഞാൻ പൂക്കൃഷിയുടെ ഇതുവരെ നമ്മള് ഫ്ലവറിങ് കൊടുക്കുന്ന അത് വരെ ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം. ദയവേത് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഇനി മൊബൈലിലും കമ്പ്യൂട്ടറിലൊന്നും ആരും തൊടാതെ ഒന്ന് മാറിയിരിക്കുക. കണ്ടാ മാത്രം മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഈ കൃത്രിമമായി പുഷ്പിക്കാൻ വ്യാപകമായ ആശങ്കകൾ പലരും പറയാറുണ്ട്. എഡ്ഫോൺ എന്ന് പറയുന്ന ഹോർമോൺ, അതായത് കോഴിക്കൊക്കെ ഹോർമോൺ കുത്തിവയ്ക്കുന്നു, അതുപോലത്തെ എന്തോ ഒരു ഹോർമോൺ ആണ് പൈനാപ്പിളിലും കൊടുക്കുന്ന ഹോർമോൺ, അവരിങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്ന് ഒഴിക്കുന്നു. ഇതൊക്കെയുള്ള വ്യാപകമായ ഒരു തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം. ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതായത് ഈ എഡ്ഫോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എഥിലീൻ എന്ന് പറയുന്ന ഗ്യാസ്, അത് സാധാരണ എല്ലാവിധ ഫലവർഗ്ഗങ്ങളും പഴുക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഗ്രോത്ത് സബ്സ്റ്റൻസ് ആണ്. അതായത് ശരിക്കും ചെടികളിലേക്ക് യാതൊരു ദോഷവുമില്ലാതെ മനുഷ്യനും ദോഷമില്ലാത്ത ഒരു സാധനമാണ് എഥിലീൻ എന്ന് പറയുന്ന ഈ ഗ്യാസ്. ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ആകെ കാൽഷ്യം കാർബണേറ്റ്, കുമ്മായം, പിന്നെ യൂറിയ, ഇത്രയും സാധനങ്ങളെ, കുമ്മായം അല്ലെ ചുണ്ണാമ്പും യൂറിയാണ് നമ്മൾ ചേർക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അതും അത് ഉപയോഗിക്കുന്ന അളവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. 50 ലിറ്ററിലേക്ക് 3.2 മില്ലിയാണ് എത്രയിൽ 39%. 10% ആണെങ്കിൽ 12.5 മില്ലിയാണ് പറയുന്നത് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ എഡ്ഫോൺ തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ കൂമ്പിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 50 മില്ലിയാണ് കൂമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു ചെടിക്ക് 50 മില്ലിയേ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മള് ഫ്രൂട്ട്സിന് ഇതൊക്കെ ഫ്ലവർ ഇൻഡക്ഷന് വേണ്ടിയിട്ട് കൃത്രിമമായി പുഷ്പിക്കൽ, വേഗം എല്ലാം ഒരേ സമയത്താകാൻ വേണ്ടിയിട്ട് 39-42 ഇലകൾ ഉള്ള സമയത്ത് ചെടിക്ക്, അതായത് ചെടിക്കൊക്കെ ഇലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല പച്ച നിറം ഉണ്ടാവണം. ആ സമയത്താണ് ചെടി ഹെൽത്തിയാണ്. ആ സമയത്താണ് നമ്മളിത് ഫ്ലവറിങ് ഹോർമോൺ ഒഴിക്കുന്നത്. ഇത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 40 ദിവസത്തിനുള്ളിൽ അത് ഫ്ലവറിങ് എല്ലാ പ്ലാന്റ്സിലും വരും. അത് കഴിഞ്ഞ് ഒരു 130 ദിവസം കൊണ്ട് നമുക്ക് ചക്ക വെട്ടാം. അതിൻ്റെ ഇടയ്ക്ക് ഈ വേനൽക്കാലത്ത് വരുമ്പോഴാണെങ്കിൽ സൺബേൺ, അതായത് സൂര്യതാപം അല്ലെ, ഭയങ്കര വെയിറ്റ്, നമുക്ക് നല്ല വെയിറ്റ് അല്ലേ ചെടിക്ക്. അപ്പൊ ആ സമയത്ത് ചിലപ്പോ നല്ല ഇതുപോലെ പൊള്ളല് വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് അതായത് നമുക്ക് ഈ പൈനാപ്പിളിൽ തന്നെ ഉള്ള പുല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓല വെട്ടിയിടാം. ചിലവരിപ്പോ ഗ്രീൻ നെറ്റ് വരെ വാങ്ങിച്ചിടുന്നുണ്ട്. ഹലോ, പിന്നെ പുല്ലുകൾ കൊണ്ട് ഇതെല്ലാം ഇതുപോലെ നമുക്ക് കവർ ചെയ്തിടുവാണ്. അതായത് ഇതിലേക്ക് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഹലോ, ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യോ? ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിനെ പൊള്ളലിൽ നിന്നൊക്കെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി വരുന്നത് രോഗങ്ങളെ പറ്റിയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്ത് രോഗമാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ളത്? ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ചെടി നടാൻ വേണ്ടി നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ നീർവാർച്ചാ സൗകര്യം ഉണ്ടായിരിക്കണം. ഒരു രീതിയിലും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കരുത്. അതുപോലെയുള്ള ഡ്രെയിനേജ് ചാനൽസ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഡ്രെയിനേജ് ഇല്ല എങ്കിൽ ഉണ്ടാകുന്നതാണ് ഫൈറ്റോഫ്തോറ റോട്ട്, അതായത് കൂമ്പ് ചീയൽ രോഗം. ഇതുണ്ടോ, ചെടിയുടെ നടുക്കത്തുള്ള ഇലയ്ക്കാണ്, കൂമ്പ് ഭാഗത്താണ് ആ രോഗം വരുന്നത്. ആ ഇല ഇങ്ങനെ വലിച്ചെടുത്തിങ്ങോട്ട് ഈസി ആയിട്ട് പോന്നോളും.
അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഫ്രൂട്ടിന്റെ ഉള്ളിലും ഇതേ രോഗം തന്നെ വരാം. ഈ കൂമ്പുചീയൽ രോഗത്തിന് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നീർവാർച്ച കൊടുക്കുക എന്നുള്ളത്. രോഗമുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റിനുള്ള ചെടികൾക്കെങ്കിലും നമ്മൾ മരുന്ന് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മാംഗോ സബ് 0.2%, അതായത് 2 ഗ്രാം മാംഗോ സബ് ആണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ആദ്യം തന്നെ പ്രതിരോധം, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നീർവാർച്ച ഉറപ്പാക്കുക. അതായത് ചാലുകൾ 2 അടി താഴ്ച വരെ ഉള്ള വെള്ളം ഒഴുകിപ്പോകണം. പിന്നെ ഇതിൻ്റെ അകത്ത് രോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അടച്ച മഴയുള്ള സമയത്ത് ഇത് വരികയാണെങ്കിൽ ഒന്ന് വെയിൽ കിട്ടുന്ന സമയം അനുസരിച്ച് നമുക്ക് മാംഗോ സബ് എന്നുള്ളത് 2 ഗ്രാം 1 ലിറ്ററിൽ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗങ്ങളും കാണാറുണ്ട്. ഇലപ്പുള്ളികളുടെ രോഗങ്ങളുടെ പടവതിലുണ്ട്. ഇലപ്പുള്ളി രോഗങ്ങളിലും നമുക്ക് ഈ മാംഗോ സബ് എന്നുള്ള ഫംഗിസൈഡ്, കുമിൾനാശിനി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതാണ് ഒരു പ്രധാന രോഗം മഴക്കാലത്ത് കാണുന്നത്. കണ്ടല്ലോ അല്ലെ, നമുക്ക് ഇങ്ങനെയൊക്കെല്ലാമാണ് അതിന്റെ സിംറ്റംസ് വരുന്നത്. പിന്നെ വരുന്നത് വാട്ടരോഗം എന്നാണ് പറയുന്നത്. അതായത് ഇലകൾ ഒരു തരം ബ്രൗൺ നിറത്തില് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ്. ഇതൊരു വൈറസ് രോഗമാണ്. അത് ഈ മീലി ബഗ്സ്, അതായത് നീരൂറ്റി കുടിക്കുന്ന ചെടിയുടെ വേരിൽ നിന്ന് താഴ്ഭാഗങ്ങളിൽ നിന്നും വേരൂറ്റി കൊടുക്കുന്ന മീലിമൂട്ടകൾ ആണ് ആ രോഗമുണ്ടാക്കുന്ന വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാലോ മീലി ബഗ്സിന്. ആ രോഗമാണ് ഒരു വൈറസ് രോഗം പൈനാപ്പിളിൽ കാണാറുള്ളത്. നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു, കീടങ്ങൾ എന്ന് പറയുമ്പോൾ മീലി ബഗ് എന്ന് പറഞ്ഞൊരു സാധനം, മീലിമൂട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പൈനാപ്പിളിന്റെ വേരിന്റെ ഭാഗത്ത് ഇരുന്നിട്ടാണ് അത് നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ചെടിയുടെ ഇലകള് ഒരു പിങ്ക് കളറിൽ ചെരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജൈവ രീതിയിലാണെങ്കിൽ വെർട്ടിസീലിയം എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ലെക്കാനിസീലിയം ലെക്കാനെ അതൊരു 20 ഗ്രാം 1 ലിറ്റർ എന്ന കണക്കില് കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാൻ പറഞ്ഞു വേരിലാണ്, അതായത് താഴെ ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ചോട്ടിലാണ് ഇത് നന്നായിട്ട് തടം കുളിർക്കി ഒഴിച്ചു കൊടുക്കുക. അതായത് ഇത് പോയിട്ട് ആ മീലി ബഗ്സിനെ നശിപ്പിക്കണം അല്ലേ. ഈ ജൈവ കുമിളാണ് പോയിട്ട് ആ വെർട്ടിസീലിയം എന്ന് പറഞ്ഞ ലെക്കാനിസീലിയം എന്ന് പറഞ്ഞ ജൈവ കുമിൾ പോയിട്ട് ആ മീലി ബഗിനെ നശിപ്പിക്കണം. അപ്പൊ നമ്മുടെ ആ കൃഷിസ്ഥലം എപ്പോഴും കളകളൊന്നും ഇല്ലാതെ ഉറുമ്പുകളെ എല്ലാം ഒന്നും ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ഈ കീടം വരാനുള്ള സാധ്യത കുറവാണ്. ആ തോട്ടത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, ബൗണ്ടറിയിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ബീഡ് ഫ്രീ ആക്കുക. പിന്നെ ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലോർപൈറിഫോസ് ആണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ശുപാർശ ചെയ്യുന്നത്. ക്ലോർപൈറിഫോസ് 2.5 ഗ്രാം 2.5 ml ആണ് നമ്മൾ 1 ലിറ്ററിലേക്ക് ഉപയോഗിക്കുന്നത്. 2.5 മില്ലി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മീലിമൂട്ടെ ഉറുമ്പിനെയൊക്കെ നമുക്ക് ഇതിൽ കാണുന്നുണ്ടോ? അത് വളരെ സിവിയർ ആയിട്ട് വരുമ്പോൾ ചെടിയുടെ മോൾ ഭാഗത്തേക്കും കൂടി കയറും. ഇതുപോലെ തന്നെ ചെടികളിൽ കാണാറുള്ളതാണ് ത്രിപ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ശൽക്ക കീടങ്ങള്, ഇതെല്ലാം ഇലകളിൽ വല്ലപ്പോഴും ഒക്കെ വരും. അപ്പൊ നമ്മൾ മീലിമൂട്ടയെ നിയന്ത്രിക്കാൻ വേണ്ടി അടിക്കുന്ന അതേ കീടനാശിനി കൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ ഒറ്റ ആപ്ലിക്കേഷൻ മതി ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് മനസ്സിലായാലും ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ആദ്യം 3 രാസവസ്തുക്കളാണ് വന്നേക്കുന്നത്. ഒന്ന് കളനാശിനിയായിട്ട് ഡയൂറോൺ വന്നു, കീടനാശിനിയായിട്ട് ക്ലോർപൈറിഫോസ് വന്നിട്ടുണ്ട്, ഫംഗിസൈഡ് ആയിട്ട് ഏതാ വന്നത്, മാംഗോ സബ്. ഇത്രയും സാധനങ്ങളെ പൈനാപ്പിൾ കൃഷിയിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ വ്യാപകമായി
പലയിടത്തും ആരോപിക്കുന്ന പോലെയുള്ള കീടനാശിനികളൊന്നും തന്നെ പൈനാപ്പിളിൽ ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ 3 പ്രോബ്ലംസേ ഇതിലുള്ളൂ. സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞത് മീലിബഗ്സ് ആണ്. അപ്പോൾ അതിന് ഈ റെക്കമെൻഡഡ് ഡോസിൽ തന്നെ കീടനാശിനികളും കുമിൾനാശിനികളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. വാഴയിലാണെങ്കിലും നെല്ലിലാണെങ്കിലും എല്ലാം റെക്കമെൻഡ് ചെയ്തേക്കുന്ന കുമിൾ കീടനാശിനികൾ തന്നെയാണ് പൈനാപ്പിളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എജിഫോൺ എന്ന് പറയുന്നത് ലോകമെമ്പാടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പുഷ്പിക്കലിനെ പ്രേരകമാക്കിയിട്ടുള്ള ഒരിതാണ്. ഇത് നമ്മൾ ഫ്ലവറിങ്ങിന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള വിളകളിൽ ഫ്രൂട്ട്സിലെല്ലാം വേഗം റൈപ്പനിങ്ങിന് വേണ്ടി സ്പ്രേയിങ് വരെ ടൊമാറ്റോയിലും എല്ലാം ടൊമാറ്റോ ബാക്കിയുള്ള ഫ്രൂട്ട് ക്രോപ്സിലും എല്ലാം പുറം രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ബിഫോർ ഫ്രൂട്ട്സ് അതായത് 130-160 ദിവസം മുമ്പ് ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു 164 മാസം മുമ്പ് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഉൽപാദന ചെലവ് നമുക്ക് നോക്കാം. ഉൽപാദന ചെലവ് നമുക്കൊരു ഹെക്ടറിലേക്ക് ഏകദേശം 5 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അതായത് ഒരു ചെടിക്ക് നമുക്ക് മിനിമം ഒരു 22 മുതൽ 25 രൂപ വരെ വരാനുണ്ട് നമുക്ക് ഫസ്റ്റ് ക്രോപ്പിലേക്ക്. അടുത്ത സീസണിലേക്ക് ആവുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് സക്കേഴ്സ്, അതായത് ഈ കാനികള് നമുക്കൊരു അഡീഷണൽ ഇൻകം ആണ്, അത് നമുക്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഇൻകം ഉണ്ടാവും. പിന്നെയുള്ളത് പ്ലാന്റിംഗ് മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കുറയുന്നുണ്ട്, പ്ലാന്റിംഗ് കോസ്റ്റ് കുറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ അടുത്ത 2 സീസണിൽ നമുക്ക് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ അത്രയും വരില്ല. വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. അപ്പൊ ഇതിലേക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ സ്ഥലം കേരളത്തിൽ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ളവർ തന്നെ കർണാടകത്തിലും എല്ലാം പോയി കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ലീസ് ലാൻഡ് എന്നുള്ള രീതിയിലാണ് പൈനാപ്പിൾ കൃഷി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുറ്റിവിള, അടുത്ത വിളവിനെ പറ്റിയാണ്. അതായത് നമുക്ക് 2 വർഷം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഇലകളെല്ലാം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ നിന്ന് അടുത്ത സക്കേഴ്സ് മുളച്ചു വരും. കണ്ടല്ലോ അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് മണ്ണ് കൂട്ടി കൊടുക്കണം. ഇത്രയാണ് പൈനാപ്പിളിന്റെ കൃഷി രീതികൾ. ഇനി കൃഷി എടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കേരളത്തിൽ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ആ ഭാഗത്തൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെയിറ്റ് അനുസരിച്ച് അതിനെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. വാഴക്കുളം മാർക്കറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പൈനാപ്പിളിന്റെ വിപണിയാണ്. അപ്പോൾ അവിടെ നമുക്ക് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ് ഇങ്ങനെ 4 ഗ്രേഡാണ് ആഗോള വിപണിയിലുള്ളത്. നമുക്കിവിടെ 3 ഗ്രേഡാണ് എ ബി സി. ഏകദേശം 1.2 എബോവ് എ ഗ്രേഡിൽ പോവും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരു എബോവ് 1 kg എ ഗ്രേഡിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ താഴെ ബി, അതിന്റെ താഴെ സി. ഈ ഗ്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേഡ് ചക്ക, മാക്സിമം എ ഗ്രേഡ് ചക്ക കിട്ടിക്കഴിഞ്ഞാല് ഒരു കൃഷി പ്രോഫിറ്റബിൾ ആവുന്നു. എ ഗ്രേഡ് ചക്കയ്ക്ക് കിട്ടുന്നതിന്റെ പകുതി വിലയെ ബി ഗ്രേഡ് ചക്കയ്ക്ക് കിട്ടുന്നു. സി ഗ്രേഡ് ചക്കയ്ക്ക് 2 രൂപയോ 3 രൂപയോ ആയിരിക്കും ചിലപ്പോൾ 1 കിലോയ്ക്ക് കിട്ടുക. ഇങ്ങനെ സൈസ് ഗ്രേഡ് ആണ് ഒന്ന് കാണിക്കുന്നത്. എക്സ്പോർട്ടിന് വരുമ്പോൾ കളർ ഗ്രേഡും കൂടി ഉണ്ട്. ഓരോ കളർ അനുസരിച്ചിട്ടുള്ള ഗ്രേഡിംഗ് ഉണ്ട്, കളർ അനുസരിച്ചുള്ളത്. ഇതെല്ലാം എക്സ്പോർട്ടിന്റെ ആണ്. നമ്മുടെ ഇവിടെ എയർ എക്സ്പോർട്ടും എയർ വഴി മാത്രം, അതായത് ഫ്ലൈറ്റിലൂടെയുള്ള എക്സ്പോർട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷിപ്മെന്റ് നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയും പൈനാപ്പിളിൽ നടന്നിട്ടില്ല. അപ്പൊ ഇതിനെ പാക്ക് ചെയ്ത് 2 രീതിയിൽ പാക്ക് ചെയ്യാം. ക്രൗൺസ് മുകളിലേക്ക് ആക്കിയിട്ടും ഇതുപോലെയും പാക്ക് ചെയ്ത്
കൊടുക്കുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിംഗ് സംവിധാനമാണ് ഇവിടെ വാഴക്കുളം പൈനാപ്പിളിന്റെ കാണുന്നുണ്ടല്ലോ അല്ലേ, പൈനാപ്പിൾ മാർക്കറ്റ്. ഇവിടെ തന്നെ അതിന്റെ പച്ചച്ചക്കയും പഴുത്തച്ചക്കയും തിരിഞ്ഞിടുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് അനുസരിച്ചും അവിടെ സോർട്ടിങ് നടക്കുന്നുണ്ട്. ഇതിനെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു വിപണിയാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ്. ഇത് കാണാം, ഇത് അടുക്കി ഇതിനെ സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ലേബേഴ്സ് തന്നെ ഉണ്ട്. നന്നായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇതിനെ പാക്ക് ചെയ്ത് ലോറിയിൽ കയറ്റി വിടാൻ. ഇനിയുള്ളത് വാല്യൂ അഡീഷൻ. അതായത് പൈനാപ്പിളില് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വാല്യൂ അഡീഷൻ നടത്താൻ പറ്റുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം സോർട്ട് ചെയ്യണം, അതായത് വലിപ്പം അനുസരിച്ചും കളർ അനുസരിച്ചും സോർട്ട് ചെയ്യുക, പാക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും വരുന്ന ഫ്രഷ് കട്ട് പൈനാപ്പിൾസ്. ഇതിലേക്കൊന്നും കേരളം അങ്ങനെ മുന്നോട്ടധികം പോയിട്ടില്ല. ഇതൊക്കെ നമുക്കൊരു വളരെ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഫ്രഷ് കട്ട് പൈനാപ്പിൾസ്. അപ്പൊ നമുക്ക് ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലെ, ഫ്രഷ് കട്ട് പൈനാപ്പിൾസ് ഓരോ ഇതുപോലത്തെ ടിന്നുകളിലായിട്ട് കിട്ടും. അതില് പ്രിസർവേറ്റീവ്സ് ഉള്ള ടൈപ്പുകളുണ്ട്, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുണ്ട്. പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഇനങ്ങളാണ് ആയിരിക്കും നമുക്ക് കൂടുതൽ ആക്സെപ്റ്റബിൾ. അതായത് റെഫ്രിജറേറ്റഡ് കണ്ടീഷൻസിൽ തന്നെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ്, അതായത് ആ ഒരു പാക്കിങ്ങിന്റെ ഒരു പ്രത്യേകതകളും ലോ ടെമ്പറേച്ചർ സ്റ്റോറേജും കൊണ്ട് ഒരു 6-7 ദിവസം വരെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. അടുത്തത് ഇതാണ് ലോക വിപണിയിൽ മുഴുവനും ഉള്ളത് വളരെ ഏറ്റവും കൂടുതൽ ബിസിനസ് കാനിങ്ങിനായിട്ട് ഇതുപോലെ ക്യാൻസിലാക്കിയിട്ട് ഇതുപോലത്തെ സ്ലൈസസ് ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റ്സ് ഉണ്ട്, ചങ്ക്സ് ഉണ്ട്, ഇതുപോലെ എല്ലാം ക്യാൻസിലാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടോർട്ട് പൗച്ചസ്, ഇതുപോലെയുള്ള പൗച്ചസില് ഇതും സ്റ്റെറിലൈസ്ഡ് ആണ്. ഇതിലും പ്രിസർവേറ്റീവ്സിന്റെ അളവ് വളരെ കുറവാണ്. പിന്നെ ഫ്രോസൺ പ്രൊഡക്ട്സ്, ഇതെല്ലാം മാർക്കറ്റ് ആഗോള വിപണിയിൽ വളരെ വ്യാപകമായിട്ട് വളരെ നല്ല രീതിയിൽ ചെലവാകുന്ന പ്രൊഡക്ട്സുകളാണ്. കേരളം അതിലേക്കൊക്കെ ഇറങ്ങി തിരിക്കേണ്ടതാണ്. ഓരോ സംരംഭകർ ഇതിലേക്കെല്ലാം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ പൈനാപ്പിൾ ജ്യൂസും കോൺസെൻട്രേറ്റ്സും എന്ന് പറഞ്ഞാൽ ഈ കാനിങ്ങിന്റെ ഒരു ബൈ പ്രൊഡക്ട്സ് മാത്രമാണ് ലോക വേൾഡ് മാർക്കറ്റിൽ ഉള്ളത് അല്ലെ. അതില് ഈ കാൻഡ് പ്രൊഡക്ട്സിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ജ്യൂസ് വരുന്നത്. അതായത് അതിന്റെ ആ സ്ലൈസസിന്റെ അകത്തു നിന്നൊക്കെ സിറപ്പ് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ സിംഗിൾ സ്ട്രെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ജ്യൂസ് ആക്കിയിട്ട് അത് പ്രോസസ്സിങ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഇവിടെ നടുക്കരയിലുള്ള പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ടെട്രാബേക്ക്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, ജൈവ. ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചെല്ലാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ആണ്. ഈ അസെപ്റ്റിക് പാക്കേജിങ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ട് അതിന്റെ പ്രൊഡക്ട്സിന്. അതുപോലെ തന്നെ അസെപ്റ്റിക് ബാഗ്സിൽ പാക്ക് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഏറ്റവും ആഗ്രഹിക്കുന്ന അസെപ്റ്റിക് പാക്കേജിങ് തന്നെയായിരിക്കും. ഇതാണ് കെമിക്കൽ പ്രിസർവേഷൻ നമുക്കറിയാം. ചെറുകിട സംരംഭകർ വില കുറഞ്ഞ സമയത്ത് ഈ പറയുന്ന വില കുറഞ്ഞ സി ഗ്രേഡ് ഉള്ള പൈനാപ്പിൾ ആയിരിക്കും സെലക്ട് ചെയ്യുക. അവരത് കൊണ്ടുപോയിട്ട് പൾപ്പ് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ വർഷം മുഴുവനും കേരളത്തിൽ പൈനാപ്പിൾ ഉൽപാദനം ഉള്ളത് കൊണ്ട് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ പ്രോസസ്സിങ്ങിൽ കയറുന്നവർക്ക് വരുന്നില്ല. ഇതിലേക്ക് സിട്രിക് ആസിഡും KMS പെർമിറ്റഡ് അളവിൽ പൊട്ടാസ്യം സോർബേറ്റും സോഡിയം ബെൻസോയേറ്റും ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഫെർമെന്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കെമിക്കലി നമ്മളിത് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് RTS-ഓ സ്കോഷോ ജാമോ എല്ലാം തന്നെ ഈ കെമിക്കലി പ്രിസർവ് ചെയ്ത പൾപ്പിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇതിന്റെ അന്ന് ഉണ്ടാക്കാവുന്ന ശീതളപാനി, അത് RTS ശീതളപാനി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കുടിക്കാം. സ്ക്വാഷിന്റെ അതിന് സിറപ്പ് ഉണ്ട്, കോർഡിയൽ ഉണ്ട്. അതില് പൾപ്പിന്റെ അളവനുസരിച്ച് ഫ്രൂട്ട് സോളിഡ്സിന്റെ അളവനുസരിച്ച് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ജാം ഉണ്ടാക്കാം, പച്ച അധികം പഴുക്കാത്ത ഇതിൻ്റെ അകത്തുനിന്ന് ജെല്ലി ഉണ്ടാക്കാം. മിക്സഡ് ഫ്രൂട്ട് ജാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് പൈനാപ്പിൾ, അറിയാലോ.
പിന്നെ ഹൽവ, ക്യാൻഡി, പിന്നെ പൈനാപ്പിൾ വൈൻ. അത് ഇതുവരെയും നമുക്ക് ഇവിടെ സാങ്ഷൻ ആയിട്ടില്ല കൊമേഴ്സ്യലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ പൈനാപ്പിളിന്റെ പച്ച പൈനാപ്പിൾ എന്നുള്ള അച്ചാറുകളുണ്ട്. ഇങ്ങനെ പ്രോസസ്സിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഭ്യന്തര വില, അതായത് നമ്മുടെ പൈനാപ്പിളിന്റെ വില ഒരിക്കലും ഇടിയാതെ നമുക്ക് നോക്കാൻ പറ്റും. പ്രോസസ്സിങ്ങിന്റെ എല്ലാ ആസ്പെക്ട്സിലേക്കും കൂടി കേരളം കയറേണ്ടതാണ്. ഒത്തിരി ഏരിയകൾ നമ്മൾ ഈ പാക്കേജിങ്ങും ക്യാനിങ്ങും എല്ലാം തന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പൈനാപ്പിൾ വെറൈറ്റി കൃഷി ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള ബൈ പ്രൊഡക്ട്സ് കേരളത്തിൽ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിന്റെ ടെക്നോളജി ഇപ്പോൾ പലയിടത്തും അവൈലബിൾ ആണ്. അതായത് ബ്രോമിലിൻ എന്ന് പറയുന്ന എൻസൈം ഇതിന്റെ സ്റ്റെമ്മിൽ നിന്ന്, അതായത് 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന അതിന്റെ സ്റ്റെമ്മിൽ നിന്നും ബ്രോമിലിൻ എന്നുള്ള എൻസൈം പുറം രാജ്യങ്ങളിലെല്ലാം അത് ചെയ്യുന്നുണ്ട്. ബ്രോമിലിൻ എന്നുള്ള എൻസൈം എന്തിനാണ് ഉപയോഗിക്കുന്നത്? മീറ്റ് ആൻഡ് റൈസിങ്, അതായത് നമുക്ക് കിട്ടുന്ന പോർക്കിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ അതിന്റെയൊക്കെ ടെൻഡറൈസിങ്, മീറ്റ് ടെൻഡറൈസിങ് എൻസൈം ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ ഉണ്ടാക്കാം. ഈ റിമൈനിങ് ഫ്രൂട്ട് പൾപ്പിന്റെ ജ്യൂസിൽ നിന്ന് എടുത്തിട്ട് ആൽക്കഹോള്, ഓർഗാനിക് ആസിഡ്സ്, അതുപോലെ കാറ്റിൽ ഫീഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പൈനാപ്പിളിന്റെ 3 ക്രോപ്പും എടുത്തതിന് ശേഷം അതിന്റെ ഇലകളെല്ലാം കാറ്റിൽ ഫീൽഡിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ വെറൈറ്റിയിൽ നിന്നും ഫൈബർ എക്സ്ട്രാക്ട് ചെയ്തത് അത്രയ്ക്കും പ്രോമിസിങ് ആയിട്ടില്ല. പക്ഷെ വേറെ വെറൈറ്റികളിൽ നിന്നുള്ള ഫൈബർ എക്സ്ട്രാക്ട് ചെയ്ത് ക്ലോത്ത്, അതായത് നല്ല സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് അതിനെ ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടി, പൈനാ ക്ലോത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും, ആ ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ഇവിടെയുള്ള പൈനാപ്പിളിന്റെ ഇലകളിൽ നിന്നും ഫൈബർ എക്സ്ട്രാക്ട് ചെയ്ത് അത് അപ്പോൾസറിക്കും അതുപോലെ ബാക്കിയുള്ള റബ്ബറുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ ഭാഗങ്ങളെല്ലാം ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു മേഖലകളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്, എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. ശരി, താങ്ക് യു. ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇത് ഗ്രോ ബാഗിൽ വളർത്തിക്കൂടെ? എന്തോ ഗ്രോ ബാഗ് ഹലോ, ഗ്രോ ബാഗിൽ ഇത് വളർത്തിക്കൂടെ? ഗ്രോ ബാഗില് തീർച്ചയായും ചെയ്യാം. നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഗ്രോ ബാഗിൽ ചെയ്തിട്ടുണ്ട്. ഗ്രോ ബാഗിൽ നമുക്ക് ഈ MD2 എന്ന് പറയുന്നതിനൊക്കെ ഇപ്പൊ അർബൻ ഏരിയാസിലേക്കൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ എറണാകുളം KVKയോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാഡം, ഇതിന്റെ പ്രിസർവേറ്റീവ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്. ആ സമയം ക്ലിയർ ആയിരുന്നില്ല. ഏതിലാണ് പ്രിസർവേറ്റീവ്? ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത്. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് നമുക്ക് കെമിക്കലി പ്രിസർവ്ഡ് പൾപ്പാണോ അല്ലാത്ത പൾപ്പാണോ എന്ന് നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. കെമിക്കൽ നമ്മൾ പൾപ്പായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ 5 ഗ്രാം സിട്രിക് ആസിഡും 2.5 ഗ്രാം KMS ഇട്ടിട്ടാണ് പൾപ്പ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 5 ഗ്രാം സിട്രിക് ആസിഡും 2.5 ഗ്രാം പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ്. ഒത്തിരി നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണ്ട. അത് 3 മാസത്തേക്കൊക്കെ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അപ്പോഴേക്കും നമുക്ക് പിന്നെയും ഫ്രൂട്ട് എടുക്കാം. ഇപ്പൊ പിന്നെ ഇത് വെയിലടിക്കാതെയും അധികം ചൂടടിക്കാതെയും വേണം ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ പ്രിസർവ് ചെയ്ത് വെക്കാൻ. അതായത് ലോ ടെമ്പറേച്ചർ, ഒത്തിരി ഹൈ ടെമ്പറേച്ചറിലേക്ക് പോവരുത്. അപ്പൊ ഇതിന്റെ ലൈഫ് കുറയും. സോർബേറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞു, അതേ ഇതിലായിരുന്നു മാഡം? എന്തോ സോർബേറ്റ്സ് ഉപയോഗിക്കാന്ന് പറഞ്ഞു, അതേ ഇതിലായിരുന്നു? ഇതില് തന്നെ ഇപ്പോഴത്തെ ഒരു നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോർബിക് ആസിഡും സോഡിയം ബെൻസോയേറ്റും നമുക്ക് ഇതില് കൂടുതൽ നാളത്തേക്ക് ഒരു 7 മാസമൊക്കെ പ്രിസർവ് ചെയ്യണമെങ്കിൽ അതും കൂടി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ അതിന്റെ അളവ് എക്സാക്ട്ലി സോർബിക് ആസിഡ് ആണോ വേറെ ഏതെങ്കിലും പൊട്ടാസ്യം സോർബേറ്റ് അല്ലെങ്കിൽ സോഡിയം സോർബേറ്റ് അങ്ങനെ വല്ലതും ആണോ? പൊട്ടാസ്യം സോർബേറ്റ്. പൊട്ടാസ്യം സോർബേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ.
ആരായിരുന്നു ചോദിക്കുന്നത്? എന്റെ പേര് കൃഷ്ണരാജ്. പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാനൊരു ബേസിക്കലി റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. ഒരു Okay. കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കെമിസ്റ്റ് ആണ്, അതിന്റെ ഒരു അറിയാം, അതും ഉള്ളൂ. Okay. ഇതിലേക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും? ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് മീൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൃഷി തുടങ്ങണം, അങ്ങനെ. മാഡം അവിടെ ഇതിലൊക്കെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ വാഴക്കുളത്ത്? ഉണ്ടല്ലോ. ഈ പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 2 ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പസിൽ തന്നെ വന്നിട്ട്. ഏതൊക്കെ കോഴ്സുകളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? നമുക്ക് പൈനാപ്പിളുമായി ബന്ധപ്പെട്ടും പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കൾട്ടിവേഷനും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ആസ്പെക്ട്സും ആണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത്. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ ഈ 2 ക്രോപ്പുകളാണ് ഇപ്പൊ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും. അവിടെ എന്തൊക്കെ സെയിൽസാ ഉള്ളത്? പാഷൻ ഫ്രൂട്ട് ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ സെയിൽസ് ഉണ്ടോ? പാഷൻ ഫ്രൂട്ടിന്റെ ഗ്രാഫ്റ്റിംഗ് ഇല്ല. മാഡം, അതേമാതിരി പൾപ്പിന്റെ പെർസെന്റേജ് മാഡം പറഞ്ഞു. അത് പൾപ്പിൽ നിന്ന് നമ്മൾ ജ്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ അഡീഷൻ ആയിട്ട് എന്തെങ്കിലും പ്രിസർവേറ്റീവ് ചേർക്കണോ നമ്മള്? സാറ് നമുക്ക് ഈ പൈനാപ്പിളിന്റെ പ്രോസസ്സിംഗിന്റെ മാത്രം ഒരു ക്ലാസ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തന്നെ ഇതിനു മുമ്പ് ഒരെണ്ണം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് കിട്ടുമായിരിക്കും. ഈ പ്രോസസ്സിംഗിന് മാത്രമായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു 15 ദിവസത്തോളം ഉള്ള, 15 1 മാസത്തോളം ഉള്ള ട്രെയിനിങ്ങുകൾ പല ക്രോപ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ പൈനാപ്പിൾ അതിലൊരു ദിവസം ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ ക്ലാസ് എടുത്തായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറിയാൽ മതി. PRS-VKM പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. PRS-VKM.KU.in. ഓക്കെ മാഡം. ഓക്കെ. അതിന്റെ പ്രോസസ്സിംഗിന്റെ ഒരു ബ്രോഷേഴ്സ് ഉണ്ടാവും, കൾട്ടിവേഷന്റെ ബ്രോഷേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു. പൈനാപ്പിൾ കൃഷിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ? കാന അവിടെ ലഭ്യമാവുക? എന്ത് സാധനം? ഇതിന്റെ ചെടി നമ്മളിപ്പോ ഞാൻ നേരത്തെ സ്ലൈഡ്സ് കാണിച്ച പോലെ നമ്മളിപ്പോ ചെയ്യുന്നത് TC പൈനാപ്പിൾ MD2 എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ വെറൈറ്റിയുടെ ഒരു TC പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ. സക്കേഴ്സ് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എല്ലാരും വാങ്ങിക്കുന്നത്. അതവിടെ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ്. നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം? കണ്ണൂര്. അടുത്തില്ലേ? കൃഷി ഉണ്ടാവുമല്ലോ. അപ്പൊ നല്ല പ്ലോട്ടുകൾ നോക്കി വെച്ചാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് ഇയർ സക്കേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ അതിന് മുമ്പ് ഈ ഹാർവസ്റ്റിനൊക്കെ മുമ്പ് ജസ്റ്റ് ആ ഫീൽഡിൽ കൂടെ ഒക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഈ വാഴക്കുളത്ത് നമുക്ക് ടിഷ്യൂ കൾച്ചറിന്റെ പ്ലാന്റ് കിട്ടുന്നുണ്ടോ? വാഴക്കുളത്ത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് കിട്ടുന്നുണ്ടോ? ഹലോ. വാഴക്കുളത്ത് ടിഷ്യൂ കൾച്ചറിന്റെ പ്ലാന്റ് ഉണ്ടോ? ഉണ്ട്. നമ്മള് അത് ബൾക്കായിട്ട് വേണമെങ്കിൽ നേരത്തെ ഓർഡർ തരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടുകളിലേക്കൊക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ ചെറിയ അളവിൽ നമുക്ക് തരാൻ പറ്റും. അവിടെ നിന്ന് വന്ന് മേടിക്കേണ്ടി വരും അല്ലേ? അയച്ചു തരണമെങ്കിലും കുഴപ്പമില്ല, നേരത്തെ ഓർഡർ ചെയ്യണമെന്നേ ഉള്ളൂ. നേരത്തെ ഒരു 3 മാസം മുമ്പെങ്കിലും നമുക്ക് സപ്ലൈ ഓർഡർ തരണം. ഞാൻ പെരുമ്പാവൂർ, കുഴപ്പമില്ല. എന്തോ കേക്കുന്നില്ല? ടിഷ്യൂ കൾച്ചറിന്റെ കോസ്റ്റ് എത്ര വരിക? നമുക്ക് 20 രൂപ. 20 രൂപ. ഓക്കെ. മാഡം, എക്സ്പെർട്ട് വെറൈറ്റി പറഞ്ഞില്ലേ, MD2 ആണ് പറഞ്ഞത്. എന്തോ അത് തൈകൾ അവൈലബിൾ ആണ് അവിടെ? ക്ലിയർ അല്ല. ആ ഒരു എക്സ്പോർട്ട് ടൈപ്പ് വെറൈറ്റി പറഞ്ഞില്ലായിരുന്നോ മാഡം? അതിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. MD2 എന്ന് പറയുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇവിടെ ഇവിടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അതാണ് 20 രൂപീസ് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ഉള്ളത്. വാഴക്കുളം പൈനാപ്പിൾ ഇവിടെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സക്കേഴ്സ് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ മാം, താങ്ക് യു.
മാഡം MD2 മുള്ള ഇല്ലാത്തതാണോ? എന്തോ MD2 ആ, ഉള്ളതാണോ ഇല്ലാത്തതാണോ? മുള്ളില്ലാത്തതാണ്. MD2 മുള്ളില്ലാത്തതിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് പറ്റും. നമുക്ക് വളരെ അടുപ്പിച്ച്, അതായത് നമ്മുടെ മുള്ളുള്ള പൈനാപ്പിളിന്റെ ഇടയിൽ കൂടെ കയറി തൊഴിലാളികൾക്ക് പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആ സ്പേസിങ് കുറച്ചും കൂടി നമ്മൾ കൂട്ടിയാണ് കൊടുത്തേക്കുന്നത് അല്ലെ. ഇത് വളരെ അടുപ്പിച്ച് നമുക്ക് നടാം. ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് നല്ല ഈൽഡും കിട്ടും. ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞത് 2 എണ്ണം എന്ത് ക്ലാസ് ആയിരുന്നത്? ഓൺലൈൻ ക്ലാസ് പ്രോസസ്സിംഗിലായിരുന്നു. പൈനാപ്പിളിന്റെ ഉണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ടിന്റെ ഉണ്ടായിരുന്നു. അതൊന്നും പബ്ലിഷ് ചെയ്തിരുന്നില്ലേ? ആകാശവാണി റേഡിയോയിൽ കൂടെ ഒന്നും പബ്ലിഷ് ചെയ്തിരുന്നില്ല? ഒന്നും കേട്ടില്ല. സാറ് നെറ്റിൽ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ മതിയായിരുന്നു. അതറിയില്ലല്ലോ. ശ്രീകുമാർ ജെ എന്തായിരുന്നു സംശയം ചോദിച്ചിരുന്നത്? അല്ല, ഇല്ലെങ്കിൽ കോഴ്സസ് ഓൺലൈൻ ട്രെയിനിങ് ഉള്ളതായിട്ട് ആകാശവാണിയിലോ റേഡിയോയിലോ ഒന്നും കണ്ടില്ല. അത് അറിഞ്ഞില്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ടൈം നമ്മൾ ആകാശവാണിയിൽ കൂടി കൊടുക്കാം. മാഡം, ഞാൻ ചോദിച്ചത് ഇത് ഈ കെമിക്കൽസ് ഒക്കെ വളം ഇടുന്നതല്ലേ പറഞ്ഞത്? ഓർഗാനിക് മെത്തേഡില്ല ഇതെങ്ങനെ കൃഷി ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽസ് പറയാവോ? ഒന്നും കൂടി പറയോ, കേൾക്കുന്നില്ല. ഓർഗാനിക് മെത്തേഡിലേ കൃഷി ചെയ്യുന്നത്. ഓർഗാനിക് ആയിട്ട് എങ്ങനെ ചെയ്യുന്നേന്നല്ലേ? ബാക്കി ഞാൻ പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് നമ്മള് ബേസൽ ഡോസ് അറിയാലോ. ആദ്യം പറഞ്ഞിരിക്കുന്നത് ചാണകപ്പൊടിയും രാജ്ഫോസ് ഓർഗാനിക്കിൽ പെർമിറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് യൂറിയ പൊട്ടാഷ് ആണ് കെമിക്കൽ ഇതിൽ വരുന്നത് അല്ലെ. അപ്പൊ അതിൽ യൂറിയ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കൗഡങ് സ്ലറിയോ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊട്ടാഷ് നമുക്ക് ഓർഗാനിക്കിൽ പെർമിറ്റഡ് ആണ്. പൊട്ടാഷ്യം സൾഫേറ്റ് അത് ഉപയോഗിക്കാം. ഓർഗാനിക്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ വരുന്നത് കീടങ്ങളും രോഗങ്ങളുമാണ്. അപ്പൊ അത്യാവശ്യം നല്ല ഡ്രൈനേജ് കൊടുത്തു കഴിഞ്ഞാല് ഈ പറയുന്ന രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് സ്യൂഡോമോണാസിന്റെ ഡ്രെഞ്ചിങ് കൊടുത്തു കഴിഞ്ഞാല് ഈ കുമിൾ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് സഹായിക്കും. പിന്നെ വരുന്നത് മീലി ബഗ് അല്ലെ, അതാണല്ലോ പിന്നെ വരുന്ന ഒരു കൺസ്ട്രെയിന്റ് വരുന്നത്. അതിൽ പറഞ്ഞ പോലെ തന്നെ വെർട്ടിസീലിയം, ലെക്കാനിസീലിയം എന്ന് പറയുന്ന കുമിൾ ജൈവ കുമിൾ നമുക്ക് ഉപയോഗിക്കാം. അത് 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെടിക്ക് നമുക്ക് ഒരു വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഒരു പ്രിവെന്റീവ് ആയിട്ടും അവിടെ ഓൾറെഡി ഇനോക്കുലം ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഫീൽഡ് നല്ല ക്ലിയർ ആക്കി ഇടുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എഥിഫോൺ എന്ന് പറയുന്നത് ഓർഗാനിക്കിൽ പെർമിറ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫ്ലവറിങ്ങിന് വിടുവാണെങ്കിൽ പല സമയത്തായിരിക്കും അതിന്റെ ഹാർവെസ്റ്റിംഗ് വരിക. അതിനും യൂറിയ ആഡ് ചെയ്യുന്ന ഒരു ഭാഗം വേണമെങ്കിൽ യൂറിയ ഒഴിവാക്കണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കൗഡങ് സ്ലറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നൈട്രജൻ സോഴ്സ് ചേർത്താൽ മതി. ഒരു അബ്സോർപ്ഷൻ കൂട്ടും എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. മാഡം, ഈ ബയോ റെഗുലേറ്റർ എത്തിഫോൺ പറഞ്ഞത് അത് മറ്റു പ്ലാന്റ്സിൽ എഫക്റ്റീവ് ആണ്. ടൊമാറ്റോയിലൊക്കെ സ്പ്രേ ചെയ്താല് ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഫ്ലവറിങ്? ഉപയോഗിക്കാം. അത് എന്ത് പേരിലാണ് കിട്ടുന്നത്? എത്രൽ എന്നാണ് പറയുന്നത്. എത്രൽ. ഓക്കെ. മറ്റു ചെടികളിലും എല്ലാം യൂസ് ചെയ്യാം അല്ലേ? ബാക്കിയുള്ള ചെടികളിൽ പുറത്തൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. നമുക്കിപ്പോ വാഴപ്പഴം പഴുപ്പിക്കണമെങ്കിൽ കാര്യമില്ലല്ലോ. പച്ചക്കറികളിലെ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന പച്ചക്കറികളിലൊക്കെ അത് സ്പ്രേ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഗ്രോ ബാഗുകളിൽ വളർത്തുന്ന നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കാനല്ലോ. ഓരോ എല്ലാം സൈമൾട്ടേനിയസ് റൈപ്പൻ ചെയ്യണം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പയ്യെ പോരെ. ഫ്ലവറിങ് വളരെ പൂറായിട്ട് കാണുന്ന, വളരെ കുറഞ്ഞ ഫ്ലവറിങ് കാണുന്നിടത്ത് കുറഞ്ഞ ഫ്ലവറിങ് ഉണ്ടെങ്കിൽ അതിന്റെ ന്യൂട്രീഷന്റെ കുഴപ്പമാണ്. അതൊന്നെങ്കിൽ പൈനാപ്പിളിന്റെ ക്ലാസ് ആണെങ്കിലും ഞാൻ പറയാം പൊട്ടാഷിന്റെ കുറവ് കൊണ്ടായിരിക്കാം നല്ലൊരു ഫ്രൂട്ട് സെറ്റ് കിട്ടാത്തത്. അതിന്റെ ഗ്രോത്ത് ഒന്ന് നോക്കണം. അതിന്റെ ഇലയൊന്ന് നോക്കുക, അതിൽ എന്തോ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ടോ.
ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് റെമഡീസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഫ്ലവർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഫ്ലവേഴ്സിന്റെ എണ്ണം കുറവാന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ഇത് ചെടി അത് നിങ്ങൾക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ മാർഗം ഓർഗാനിക്കിൽ അവൈലബിൾ ആണ്. ടൊമാറ്റോ ചെടി നീണ്ട കോല് പോലെ വളർന്നു പോകുന്നു. ഞാനത് ടൊമാറ്റോയുടെ ഡിസ്കഷനിൽ കേറുന്നില്ല. അഡ്മിൻ ഹലോ മാം, ജസ്റ്റ് ഞാൻ കുറച്ചു നേരം ക്ലാസ് മിസ്സായി. ഈ ഹൈ ഡെൻസിറ്റിയിൽ എത്രയാണ് ഒപ്റ്റിമം സ്പേസിംഗ് മാം പറഞ്ഞത്? പ്ലാന്റ്സ് തമ്മിൽ ഒരു ഹൈ ഡെൻസിറ്റി ഏത് ക്രോപ്പാണ്? മൗറീഷ്യസ് ആണ് ഉദ്ദേശിക്കുന്നത്? MD2 ആണ് ഉദ്ദേശിക്കുന്നത്? MD2 ഒരു 25 സെന്റിമീറ്റർ വരികൾ തമ്മില്, വരികളുടെ ഉള്ളിൽ കൊടുക്കാം. വരികൾ തമ്മില് 30 സെന്റിമീറ്റർ കൊടുക്കാം. പിന്നെ 2 വരികൾ തമ്മിൽ നമുക്കൊരു 2 അടി അകലം കൊടുത്താൽ മതി. 2 അല്ല 3 അടി കൊടുക്കാൻ വേണമെങ്കിൽ 90 സെന്റിമീറ്റർ പോയാൽ മതി. ഓക്കെ. അതേപോലെ മാം പുതിയതായിട്ട് വാല്യൂ അഡീഷനെ കുറിച്ച് അതിന്റെ ഡ്രൈ പൗഡർ ഉണ്ടാക്കുന്നുണ്ടോ? ഡ്രൈ പൗഡർ സ്പ്രേ ഡ്രൈയിങ് ഉണ്ട്, ഫ്രീസ് ഡ്രൈയിങ് ഉണ്ട്. നമ്മുടെ കേരളത്തില് ഇന്ത്യയിലും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഓക്കെ ഓക്കെ. പുതിയതായിട്ട് ഇപ്പൊ ഈ സാധാരണ ജ്യൂസസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇന്നോവേഷൻ ആയിട്ടുള്ളത് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പുതിയ ഇന്നോവേറ്റഡ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ, അതായത് ഇപ്പൊ നമ്മള് കോക്കനട്ടൊക്കെ നമ്മള് നാറ്റാഡി കോക്കോ ഒക്കെ നമ്മള് ഉണ്ടാക്കുമല്ലോ ഒരു ലെയർ പോലെ, അതേപോലെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ. പോലെ തന്നെയുള്ള കട്ടിയുള്ള സാധനം പൈനാപ്പിളിൽ നിന്നും നമുക്ക് അസറ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അതെ, അതിന്റെ വല്ല മദർ കൾച്ചറോടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്റെ കൾച്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നല്ല നമുക്ക് സപ്ലൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നിന്നല്ല. ഓക്കെ, താങ്ക് യു. മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് കൊടുക്കുക, ഗ്രൂപ്പില് പറയുക. 9446 9446 840 136 9446 840 136 അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പും കൂടി ഉള്ളതാണ്. ഡൗട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇടാം, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഒരു ഇതുകൂടി, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എത്രയാണ് ഇതിന്റെ മാക്സിമം ഷെൽഫ് ലൈഫ്? എന്തോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിന്റെ മാക്സിമം ഷെൽഫ് ലൈഫ് എത്രയാണ്? അത് ഏത് സ്റ്റേജിലാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏത് സ്റ്റേജിൽ ചെയ്താലാണ് കൂടുതൽ ഹാർവെസ്റ്റിംഗ്? നമ്മൾ എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരു 13 ദിവസം വരെ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. 13 days. എന്തെങ്കിലും മെത്തേഡ്സിൽ നമുക്കത് കൂടുതൽ ദിവസം ഇരിക്കാൻ, അതായത് ഓർഗാനിക് കേസിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ? മീൻസ് അതിന്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഷിപ്മെന്റിന് ഇപ്പോ ഗൾഫിലേക്കാണെങ്കിലും നമുക്കൊരു 18 ദിവസമെങ്കിലും ഉള്ള ഒരു ഷെൽഫ് ലൈഫ് നമുക്ക് വേണം. പുറം യൂറോപ്യൻ കൺട്രീസിലേക്കാണെങ്കിൽ നമുക്കൊരു 30+ ഡേയ്സ് വേണം. അപ്പൊ അതിനുള്ള ട്രയൽസ് ആണ് ഇപ്പൊ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ഓർഗാനിക്കിൽ കിട്ടുന്നുണ്ട്. അതിന്റെ കൺഫർമേറ്റീവ് റിസൾട്ട്സ് ഒരു 2 സീസണും കൂടി എടുത്തു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ മാം, ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയൊക്കെ വിപണിയില് ഡോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് വരാറുള്ളത്. അപ്പൊ ഈ ഡോലെ ഇതേ ബ്രാൻഡ് തന്നെയാണോ ഈ MD2? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി. ഡോലെ MD2 ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. മാഡം കൂടുതൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് മൗറീഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പം MD2-നേക്കാളും നല്ലത് ബെറ്റർ മൗറീഷ്യസ് തന്നെയാണോ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്? MD2-ന്റെ ഇനീഷ്യൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷന്റെ ഒരു പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വ്യാപകമായിട്ട് ചെയ്യുന്നത് മുഴുവൻ TC പ്ലാന്റ്സ് ആണ്. അതിപ്പോ നമുക്കൊരു 2-3 ഹെക്ടർ സ്ഥലത്ത് TC പ്ലാന്റ്സ് നട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ സക്കർ പ്രൊഡക്ഷനിലേക്ക് പോകാം. സക്കേഴ്സ്
ഫാമേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആ ഒരു രീതിയിൽ ഏരിയ എക്സ്പാൻഡ് ചെയ്യാം. വൺസ് അത് നമുക്ക് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പോർട്ട് മാർക്കറ്റ് വളരെ സാധ്യതകൾ ഉള്ളതാണ്. അതിന്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മുടെ മൗറീഷ്യസിനോടൊപ്പം തന്നെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ലോകം മുഴുവനും ഇത് വ്യാപകമായിരിക്കുന്നത്. അതിലെ ക്വാളിറ്റി നിങ്ങൾ കഴിക്കുന്ന ഇപ്പം നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ച പോലെ ഡോൾ കമ്പനി ഒരുവിധ എല്ലാ കമ്പനികളും തന്നെ ഈ MD2 അതിൽ വിറ്റാമിൻ സിയും കൂടുതലാണ്, ഷുഗർ കണ്ടന്റ് കൂടുതലാണ്, അസിഡിറ്റി കുറവാണ്. നമ്മുടെ വെറൈറ്റിയും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് മൗറീഷ്യസ്. ഇതും വാഴക്കുളം പൈനാപ്പിൾ ഇതും നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ പ്രോസസ്സിങ്ങിന് അനുയോജ്യമല്ല എന്നുള്ളത്, ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് ഔട്ട്സൈഡ് എക്സ്പോർട്ട് മാർക്കറ്റിന് ഇത് വളരെ അനുയോജ്യമായിരിക്കും. അസിഡിറ്റി കുറവെന്ന് പറഞ്ഞാൽ എന്താണ്? പുളി രസം കുറവെന്നാണ്? പുളി അല്പം കുറവാണ്, പുളിപ്പ് അല്പം കുറവാണ് MD2. നമുക്ക് എപ്പോഴും ചെറിയൊരു ഇന്ത്യൻ ടേസ്റ്റ് ഒരല്പം പുളിപ്പും മധുരവും കൂടി ഉള്ളതാണെങ്കിൽ ഫോറിൻ ടേസ്റ്റ് പുളിപ്പ് അത്രയ്ക്ക് അവരത്രയും പ്രിഫർ ചെയ്യുന്നില്ലല്ലോ. ഒരല്പം ബ്ലാങ്ക് ടേസ്റ്റ് അല്ല അവർക്ക് കൂടുതൽ പ്രിഫറബിൾ. ഈ വാഴക്കുളത്തെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷന് അവിടുത്തെ പ്രവർത്തന സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെങ്കിൽ 9 മണി തൊട്ട് 5 മണി വരെ വാങ്ങി വരാം. ഓക്കെ, താങ്ക് യു. ഇനി ഹലോ മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ മലപ്പുറത്താണ്, കുറച്ച് ദൂരത്താണ്. അപ്പൊ അവിടുന്ന് നിങ്ങള് ഇത് ബൈ കാർഗോ അല്ലെങ്കിൽ അയക്കാനുള്ള മാർഗം എന്താ? ടിഷ്യൂ തൈകളെ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കൂടുതലൊന്നും വേണ്ട, 8 10 തൈ കിട്ടാൻ എന്താ ചെയ്യുന്നത്? കൊറിയർ കൊറിയർ ആയിട്ട് ചെയ്യാം, നിങ്ങൾ അവിടെ പേ ചെയ്താൽ മതി. അതെ, അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? അഡ്രസ് ഇതിൽ തന്ന ഈ അഡ്രസ് തന്നെ മതിയല്ലോ അല്ലെ? മതി മതി മതി. അഡ്രസ് ഒന്നുകൂടി കാണിക്കോ? ഞാൻ ഫുൾ എഴുതിയില്ല, അപ്പോഴേക്കും അത് പോയി. ഫോൺ നമ്പറിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, വാട്സപ്പ് നമ്പർ ചെയ്താൽ മതി അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. മാം, ഒരു ചോദ്യം കൂടി. നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ തൈകളാണെങ്കിൽ പിന്നീട് നമ്മൾ അതിന്റെ മുകളിൽ വിളവ് വരുമോ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ തൂമ്പെടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുമോ? ജസ്റ്റ് സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ വി ഷുഡ് ഗോ ഫോർ ദി നെക്സ്റ്റ് സീഡ്സിലേക്ക് തന്നെ പോവുകയാണോ നല്ലത്? കേട്ടില്ല. നമ്മൾ ഒരു പൈനാപ്പിളിന്റെ നിന്ന് ഒരു പൈനാപ്പിൾ ഫലം ഉണ്ടായതിനു ശേഷം അതിന്റെ തൂമ്പിൽ നിന്ന് എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ഈ ടിഷ്യൂ കൾച്ചർ തൈ ആയതുകൊണ്ട് അതേ ക്വാളിറ്റിയിലുള്ളത് ഉണ്ടാവുമോ, അതോ നമ്മൾ പുതിയ തൈകൾ മേടിക്കണം? അപ്പൊ പാരന്റിന്റെ എല്ലാതും ഉണ്ടാവും. നാച്ചുറൽ മ്യൂട്ടേഷൻസ് നടന്നില്ലെങ്കിൽ സെയിം ക്വാളിറ്റി തന്നെയായിരിക്കുമല്ലോ. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം ഇത് പൈനാപ്പിൾ പറിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും അത് ഉണ്ടാവും? അതായത് തൂമ്പെടുക്കലല്ല ഞാൻ പറഞ്ഞത്, അതിൽ നിന്നും വേറെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം ഈ കോളിഫ്ലവർ ഒക്കെ അങ്ങനെ കണ്ടു, നമ്മൾ ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അടുത്ത സക്കറിനെ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 10,000 പ്ലാന്റ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വെച്ചാല് തേർഡ് ഇയർ ഒരു 10,000 പ്ലാന്റ്സ് നമ്മൾ 1 ഇയറിൽ ഫസ്റ്റ് ഇയറിൽ വെക്കുമെങ്കിൽ 4th ഇയർ 3.5 വർഷമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ 3.5 വർഷം കൊണ്ട് അല്ല, മൊത്തം സാധാരണ ഈ കൃഷിക്കൊക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ എവിടെയൊക്കെ 3.5 വർഷത്തേക്കാണ് ഇത് ലീസിന് എടുക്കുന്നതും കൊടുക്കുന്നതൊക്കെ. റബ്ബറിന്റെ, അതായത് റബ്ബർ കോട്ടയം. അപ്പം ഈ 3.5 വർഷം കൊണ്ട് എത്ര പ്ലാന്റ്സ് ഇതിലുണ്ടാവും മേഡം? അത് അങ്ങനെ കണക്ക് വല്ലതും ഉണ്ടോ? ഇത് പ്ലാന്റ്സ് ഉണ്ടാവുന്നത് നമ്മളിത് ഓരോ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ നമ്പർ ഓഫ് സക്കേഴ്സ് വ്യത്യാസപ്പെടും. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 എണ്ണം കിട്ടിയാൽ ചില പ്ലാന്റ്സ് നമുക്ക് 4 എണ്ണം സക്കേഴ്സ് കിട്ടിയിട്ടുണ്ടാവാം. അത് വേരി ചെയ്യും. അപ്പൊ ഈ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ സക്കേഴ്സ് പറിച്ചു മാറ്റണോ? അത് മസ്റ്റ് ആണോ? അതോ അത് നമ്മള് 2 എണ്ണം വെച്ചാൽ മതിയല്ലോ, അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ ഈ വെയിറ്റ് കുറയും, ഫ്രൂട്ട് വെയിറ്റ് കുറയുമല്ലോ. നമ്മൾ ഈ കൊടുക്കുന്ന വളം ഇതെല്ലാം അനുസരിച്ച് അതിന് ഫ്രൂട്ടിന്റെ സൈസ് ചെയ്യും. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എ ഗ്രേഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒത്തിരി സക്കേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എ ഗ്രേഡ് എത്തില്ല. നമുക്ക് ഈ കൊടുക്കുന്ന ന്യൂട്രീഷൻ പാർട്ട് ചെയ്തു പോവല്ലേ.
അപ്പൊ അത് കൂടുതൽ ഇട്ട് കൊടുത്താൽ പോരെ മാഡം? അതിന് കൂടുതൽ എണ്ണം വരുമ്പോ അതിനനുസരിച്ച് പ്രൊപ്പഗേഷൻ സ്പേസിംഗ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് അല്ലേ മാഡം അതായത് ഉദ്ദേശിച്ചത്? പ്ലാന്റിംഗിൽ അപ്പൊ ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് കൾച്ചറൽ ഓപ്പറേഷൻസ് നടക്കില്ല. അതുപോലെ തന്നെ വെയില് നന്നായിട്ട് കൊള്ളണം, പ്ലാന്റ്സിന് ഡിസീസ് ഇൻസിഡൻസ് കൂടും, പെസ്റ്റ് അറ്റാക്ക് കൂടും. ശരി മാഡം, വെയില് നന്നായിട്ട് കേൾക്കണം, വെയില് വേണമല്ലോ, ഒത്തിരി ക്രൗഡഡ് ആവും. വെയിലിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മളിതപ്പോ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നടക്കുള്ളൂ, അതായത് മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിലാണോ അതോ വയനാട്ടിൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇത് നടക്കുമോ? ഒത്തിരി ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നടക്കുന്നില്ല, പക്ഷെ അല്പം താഴെ ഭാഗങ്ങളില് മറ്റേ ടെമ്പറേച്ചർ ഒത്തിരി ലോ ടെമ്പറേച്ചറിൽ 15 താഴെ ഒന്നും പോവാത്ത സ്ഥലങ്ങളിലൊക്കെ പറ്റും. ഓക്കെ. ഇതിന് ഈ വാഴക്കുളത്തിന് GI ഇൻഡെക്സ് കിട്ടിയിട്ടുണ്ടോ മാം? ഞാൻ ചോദിക്കും. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല, ഞാൻ കുറച്ച് വരാൻ നേരം വൈകി, അത് ഞാൻ മാമിനോട് ആദ്യമേ പറഞ്ഞു. GI ജോഗ്രഫിക്കൽ ഭൂസൂചിക പദവി കിട്ടിയതാണ് 2009. ഓക്കെ. അപ്പൊ ഇതിന് എക്സ്പോർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ സ്കീംസോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽപ്പോ ആരും ബ്രാൻഡ് ചെയ്തിട്ടില്ല, ട്രേഡേഴ്സ് അത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ. താങ്ക് യു. മാഡം ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. റബ്ബറിന്റെ ഇടയിൽ കൃഷി ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ റബ്ബറിന്റെ ഇടയിൽ വെയിൽ കിട്ടൂല, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെ. അപ്പൊ അത് എങ്ങനെയാ പറഞ്ഞത്? ശരിക്കും ക്ലിയർ ആവാഞ്ഞിട്ടായിരിക്കും. റബ്ബർ നമ്മൾ വെട്ടുമല്ലോ, വെട്ടിക്കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യാൻ കൊടുക്കും. ആദ്യത്തെ 3 വർഷമാണ് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. ശരി, അപ്പൊ ക്ലിയർ ആയി. ഞാൻ ആദ്യം ഫുള്ള് കേട്ടില്ല, അതാണ്. പൈനാപ്പിളും ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, താങ്ക്സ്. ആദ്യത്തെ 3 വർഷം മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. റബ്ബർ തട്ട് ആദ്യത്തെ 3 വർഷം. ഓക്കെ, ആദ്യത്തെ 3 വർഷം. ഓക്കെ, താങ്ക്സ്. നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ സമയം ആയിരിക്കുകയാണ്. പൈനാപ്പിൾ ഉൽപാദനവും മൂല്യവർദ്ധനയും എന്ന ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുത്തു തന്നിരിക്കുന്നത് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷനിലെ മേധാവിയായ ഡോക്ടർ മായ ടി ആണ്. പൈനാപ്പിൾ ഇനങ്ങള്, കൃഷി രീതികള്, അതുപോലെ വിള സംരക്ഷണ രീതികള്, പൂവിടലിന് വേണ്ട എത്തലീൻ പ്രയോഗം, അതുപോലെ തന്നെ മൂല്യവർദ്ധനയും വിവിധ ഉൽപ്പന്നങ്ങളും ഇതെല്ലാം ടീച്ചർ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിന് വേണ്ടി വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് ടീച്ചറിന് എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിലെ പാർട്ടിസിപ്പൻസ് ആയ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഇത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ഉണർവോടെ സംവാദത്തിൽ ഏർപ്പെട്ടതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ നാളത്തെ ക്ലാസ് ഉഷ്ണമേഖല പച്ചക്കറി കൃഷിയെ കുറിച്ചാണ്. പതിവ് പോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.